ഹലോ ഹലോ എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന സൈക്കോളജി, കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി അനുബന്ധമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന സൗജന്യ വർക്ക്ഷോപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഓരോരുത്തരെയും കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആക്കുകയും നമ്മുടെ അറിവുകളെ നവീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓരോ എപ്പിസോഡുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായി ഒരുപാട് സൗജന്യ വെബിനാറുകൾ നമ്മൾ വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിശേഷിച്ചും ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള നിസാവ് സാറിൻ്റെ നേതൃത്വത്തിലായിട്ട് സൈക്കോ തെറാപ്പി അനുബന്ധമായിട്ടുള്ള ഒരുപാട് സൗജന്യ വെബിനാറുകളാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാം റെക്കോർഡുകൾ നമ്മളുടെ വിംബിൾ അക്കാദമി ചാനലിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നേരത്തെ കാണാത്തവരോ അതല്ലെങ്കിൽ പങ്കെടുക്കാത്തവരോ ആണെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷനാണ് ഇന്ന് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് സിസോഫ്രീനിയ ഇൽനെസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു വെബിനാറാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇന്നത്തെ ഫാക്കൽറ്റി നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള നിസാവ് സാറ് ഈ ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കുകയും അതിനോടനുബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ നമ്മൾ അത് ഫൈനലൈസ് ചെയ്തിട്ടായിരിക്കണം ഈ ഒരു വെബിനാർ പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിസാവ് സാറിൻ്റെ നേതൃത്വത്തിലായിട്ട് സംഘടിപ്പിക്കുന്ന CBTയുടെ 22ാമത് ബാച്ച് 5 ഡേയ്സ് വർക്ക്ഷോപ്പ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഇതിലേറെക്കുറെ ആളുകളും 5 ഡേയ്സ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത ആളുകളായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് CBT 3 month കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഓൾറെഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് അതല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാക്കൽറ്റി നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. ഓഡിയബിൾ അല്ലേ? ഗുഡ് ഈവനിങ് സർ, ഓഡിബിൾ ആണ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷങ്ങളൊക്കെ? നമ്മൾ കുറെ ആയില്ലേ കണ്ടിട്ട്, 2 ആഴ്ച കൂടുതലായിട്ട് ഫ്രീ വെബിനാറിൽ വന്നിട്ട്. കൊറേ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു ചെറിയ പനിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടൊക്കെ പോയി. ഒരാഴ്ചയായി അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറെ നമ്മൾ ഷെഡ്യൂൾ എഴുതിയിട്ട് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഷെഡ്യൂൾ ചെയ്തായിരുന്നു. പിന്നെ ഒരു ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തായിരുന്നു. എല്ലാരും ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ സർ. ഈ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട് സർ. ഓക്കെ. അപ്പോ ഇന്നത്തെ നമുക്ക് സാറ് പറഞ്ഞതുപോലെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഷിസോഫ്രീനിയാണ്. കാരണം ഷിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ നമ്മൾ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിൽ പോലും എന്താണ് ഈ ഒരു സിംറ്റംസുകൾ പെട്ടെന്ന് ആളുകൾക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതേപോലെ ചില ആളുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മെന്റൽ ഡിസോർഡർ ആണ്. കാരണം ഇതൊരു സാധാരണ ഒരു മെന്റൽ കണ്ടീഷൻ ആണെന്നും പറയാം. ചില സമയത്ത് എന്താണ് വയലന്റ് ആവുന്ന അവസ്ഥ, ഇതൊരു സാധാരണ അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സൈക്കോട്ടിക് ഡിസോർഡർ തന്നെ എന്ന് പറയാം. മെയിൻ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ഷിസോഫ്രീനിയ ആളുകൾക്ക് എന്തായിരിക്കും, ചിന്തയിലായിരിക്കും പ്രയാസങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ തിങ്കിങ് ഡിസോർഡർ എന്നുകൂടി സാധാരണ ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഒരുപാട് സിംറ്റംസുകൾ ഇതിന് നമുക്ക് ഈ ഷിസോഫ്രീനിയ ഉള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാനും ഇപ്പോൾ നിങ്ങൾ പഠിച്ച രീതിയിൽ തന്നെ നോക്കുമ്പോൾ ഒരു മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനമുള്ള ഒരു ഗുരുതരാവസ്ഥയുള്ള ഒരു പ്രശ്നം തന്നെയാണ്.
ഒരാളുടെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഞാൻ പറഞ്ഞു ചിന്തയാണ്. ആ ചിന്തകൾ കാരണം അയാളുടെ വികാരങ്ങളെ ബാധിക്കുന്നു. ഈ ഒരു വികാരങ്ങൾ കാരണം അയാളുടെ പെരുമാറ്റ ബിഹേവിയറിനെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്താണ് ചില സമയത്ത് എന്താണ് അയാൾക്ക് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. അതേപോലെ സ്വന്തം ഞാൻ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് റിയാലിറ്റിയുമായിട്ട് തീരെ കണക്ഷൻ ഇല്ലാത്ത ഒരവസ്ഥ. ഇതൊക്കെ കാരണമാണെങ്കിൽ പെരുമാറ്റത്തിൽ യാതൊരു കണക്ഷൻ ഇല്ലാത്ത ചില പെരുമാറ്റങ്ങൾ. അപ്പോൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ മൂന്നാളുകൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷിസോഫ്രീനിയൻ്റെ സിംറ്റംസുകൾ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അതിൻ്റെ സിംറ്റംസുകൾ ഉണ്ടായി കുറച്ച് കാലം ട്രീറ്റ്മെൻ്റ് ആയി ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ഒരാൾ പിന്നീട് അയാൾ സോഷ്യൽ ലൈഫിലേക്കൊക്കെ ഇറങ്ങി തനിക്ക് തന്നെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യുക അങ്ങനെയൊക്കെ ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ അയാളെ ജോലിക്ക് പറഞ്ഞയച്ചു അല്ലെ ജീവിതത്തിലേക്ക് മുന്നോട്ടുള്ള യാത്രയിലേക്ക് കൊണ്ടുപോയി. പിന്നെ എന്നാലും ഈ ഒരു സിംറ്റംസുകൾ അയാളുടെ ലൈഫിൽ എന്നും ഉണ്ടാവും. അപ്പോൾ ഒരു മൂന്നാളുകൾ നമ്മൾ സംസാരിക്കുന്നതിനൊരു സംസാര വിഷയം രണ്ടാൾ സംസാരിക്കുന്നത് വേറെ എന്തോ ആണ്. പക്ഷെ ഇയാൾ ഇടയ്ക്ക് എടുക്കുന്നത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയും യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്താണ് അവർ റിയാലിറ്റിയുമായിട്ട് തീരെ ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു ഷിസോഫ്രീനിയൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം അവരുടെ ലൈഫിൽ ഉണ്ടാവില്ല. കാരണം തൻ്റെ ലൈഫിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അറ്റ്ലീസ്റ്റ് തൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ള ബോധം ഉണ്ടെങ്കിലും അവരോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ് പെരുമാറേണ്ടത് തൻ്റെ കുട്ടികളാണ് തൻ്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവാണ് എന്നുള്ള ചിന്ത പോലും ചില സാഹചര്യങ്ങളിൽ അവർക്ക് സാധാരണ ഉണ്ടാവാറില്ല. ഇതാണ് മെയിനായിട്ട് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത്. അപ്പോൾ ഷിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് സാധാരണയായിട്ട് ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരെ സെൽഫ് കോൺഫിഡൻസ് തന്നെയാണ് സ്വന്തമായിട്ടുള്ളൊരു വിശ്വാസം. അല്ല ഞാനൊന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല അതേപോലെ എനിക്ക് ചുറ്റുപാടും എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എനിക്ക് വലിയ ദുരന്തം വരാനുണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്തകൾ കാരണം എന്താണ് തൻ്റെ ക്വാളിറ്റികളോ അല്ലെ തൻ്റെ യഥാർത്ഥത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചിന്തകൾ ശരിയാക്കാനൊന്നും ഇയാൾ ഒരിക്കലും മുൻഗണില്ല. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻസ് തീരെ ഉണ്ടാവാത്ത ഒരവസ്ഥയിലായിരിക്കും. പിന്നെ അതേപോലെ ഫാമിലി ഫ്രണ്ട്സിനിടയിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ എന്താണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഇന്നും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു 16-17 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഷിസോഫ്രീനിയ ആണെങ്കിൽ വീട്ടിലെന്നും പ്രശ്നങ്ങളായിരിക്കും. പറഞ്ഞതുപോലെ ആൾ കേൾക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസുകൾ പല അങ്ങനത്തെ കേസുകളൊക്കെ ഇയാൾ പൂർണ്ണമായിട്ട് പെട്ടിട്ടുണ്ടാവും. പാരൻറ്റുമായിട്ട് എന്നും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. ഇനിയിപ്പോൾ മുതിർന്ന ഒരാളെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരാളാണെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ട് എന്നും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ കുട്ടികളെയും ബാധിക്കാനുള്ള സാഹചര്യങ്ങൾ. കാരണം എന്തുകൊണ്ടാണ് ഭർത്താവിനാണ് ഈ ഒരു ഇഷ്യൂസ് ഉള്ളതെങ്കിൽ അയാൾ ഒരിക്കലും എന്താണ് ഭാര്യയ്ക്കിടയിൽ ജീവിക്കാനോ അവൾ എന്നെ എപ്പോഴും തരം താഴ്ത്താൻ ശ്രമിക്കുകയാണ്. അവളുടെ കുടുംബത്തിൽ എനിക്കൊരു വില നൽകുന്നില്ല. എൻ്റെ കുടുംബത്തിൽ പോലും എനിക്കുണ്ടാകുന്ന വാല്യൂസ് അവൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ എന്താണ് ഈ ഒരു ഫാമിലി ലൈഫിൽ ഉണ്ടാവും. ഈ ഒരു ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എന്താണ് ഒരു ഫാമിലി ഏകദേശം നമ്മൾ NPDൻ്റെ ഒരു ക്യാരക്ടർ പറയാറില്ലേ ചില സിംറ്റംസ് ആൾ പുറത്തൊക്കെ വളരെ ഉഷാറായിരിക്കും വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങൾ. ഇതൊക്കെ ഒരു ഷിസോഫ്രീനിയൻ്റെ മുമ്പ് അയാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ അയാൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ മെയിനായിട്ട് എഫക്റ്റ് യുവർ എബിലിറ്റി ടു വർക്ക് സ്റ്റഡി ജോലിയിലും പഠനത്തിലും ഒക്കെ എന്താണ് ഈ ഷിസോഫ്രീനിയ ഉള്ള സിംറ്റംസ് ഉള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ എപ്പോഴും സെൽഫ് ഹാമിങ് ഉണ്ടാകും. സ്വയമായിട്ട് എന്താണ് ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ സൂയിസൈഡ് തോട്ടുകൾ എപ്പോഴും അല്ലെങ്കിൽ അതിനെ അറ്റംപ്റ്റ് ചെയ്യുക അങ്ങനത്തെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനത്തെ ആളുകൾ കാണാം. അതേപോലെ തന്നെയാണ് ഇവർക്ക് അപൂർവമായിട്ടുള്ള ചില ചിന്താരീതികളായിരിക്കും. മറ്റുള്ള ആളുകളുമായിട്ട് എന്താണ് അവർക്ക് ചിന്തിക്കുന്നത് പോലെ ഇവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അതേപോലെ ഇവർക്ക് എന്താണ് നിയമവിരുദ്ധത്തിനെതിരായിട്ടുള്ള ഒഫൻസ് അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളുണ്ട് അതിനൊക്കെ എതിരായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാനുള്ള എന്തോ ഒരു എനർജി കിട്ടുന്നത് പോലെയാണ്. എന്തിനും ഒന്നും അംഗീകരിക്കാത്ത ഒരവസ്ഥയിലേക്കൂടെ ആയിരിക്കും ഷിസോഫ്രീനിയ ഉള്ള ആളുകൾ. അപ്പോൾ ഇങ്ങനത്തെ ഷിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് ഏതൊക്കെ പേഴ്സണാലിറ്റി ഡിസോർഡർക്ക് പോകാനാണ് സാധ്യത ഉള്ളത്? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഈ ഒരു സിംറ്റംസ് വെച്ചിട്ട്? എനിവൺ? ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് പിന്നീട് ഉണ്ടാവോ? അത് ഷിസോഫ്രീനിയ കഴിഞ്ഞ് വരുന്നത് ഷിസോഫ്രീനിയയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതെന്തുകൊണ്ടാണ്? എന്ത് സിംറ്റംസ് വെച്ചിട്ടാണ് അവിടെ ഉണ്ടാവുക? അവർക്ക് ഈ സോഷ്യൽ വിത്ഡ്രോവല് യെസ് അത് തന്നെ സോഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഷിസോട്ടിപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകും. ഇനി മറ്റേതെങ്കിലും ഡിസോർഡർ
അതേപോലെ അവോയ്ഡന്റ് പേഴ്സണാലിറ്റി അവോയ്ഡന്റ് അവോയ്ഡന്റ്, അതേപോലെ ഡിപ്പെൻഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ പാരനോയിഡ് എന്നാണ് അവർ സംശയം, എല്ലാത്തിനെയും ആരെയും വിശ്വാസമില്ല, ട്രസ്റ്റ് ഇല്ല, വിശ്വസിക്കില്ല, ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ സാധാരണ ഷിസോഫ്രീനിയ ഉള്ള ആളുകൾക്ക് പതിയെ പതിയെ പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു ഷിസോഫ്രീനിയ എന്ന് പറയുന്നത് ഏതിലാണ് ഉൾപ്പെടുക എന്നുള്ളത്. സൈക്കോസിസ്, നമുക്ക് ആദ്യം ഒരു സൈക്കോസിസ് എന്താണ്? സൈക്കോസിസ് എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ, അതേപോലെ ജീവിതത്തിലുണ്ടാകുന്ന റിയാലിറ്റി നഷ്ടപ്പെടുക എന്നത്, യാഥാർത്ഥ്യബോധം ഇല്ലാത്തൊരു ഏരിയയാണ് സൈക്കോസിസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹലൂസിനേഷൻ ആൻഡ് ഡിലൂഷൻ, ഡിസ്ഓർഗനൈസ് തിങ്കിങ്, സ്പീച്ച് എന്ന് പറയുന്നത്. ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്തത് കേൾക്കുക, ഇല്ലാത്തത് കാണുക, അതേപോലെ ഇല്ലാത്തത് അനുഭവിച്ചു എന്നൊക്കെ പറയുക. ഇനി ഡെലൂഷൻസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വിശ്വാസങ്ങൾ. ചില ആളുകൾ എന്നെ എപ്പോഴും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അവരങ്ങ് തീരുമാനിക്കുകയാണ് എന്നെ ഉപദ്രവിക്കും, തീർച്ചയായും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്താഗതി. ഇനി ഡിസ്ഓർഗനൈസ് തിങ്കിങ് ആൻഡ് സ്പീച്ചിൽ വരുന്ന സമയത്ത് എന്താണ്, എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക, ആളുകൾക്കുമായിട്ട് എന്താണ് സംസാരിക്കാൻ ഒരു ലോജിക്ക് ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ഇതൊക്കെ സൈക്കോസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഇത് റിയാലിറ്റിയുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഷിസോഫ്രീനിയ ഏത് വിഭാഗത്തിൽ പെടും എന്ന് ചോദിച്ചാൽ സൈക്കോസിസിലാണ് പെടുക. അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങളുണ്ട്, ന്യൂറോസിസ് എന്ന് പറയുന്നത്. ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പെടും അതിൽ, സാധാരണ മെൻ്റൽ ഡിസീസിലുള്ള ആളുകൾക്കൊക്കെ. നമുക്ക് എന്താണ് റിയാലിറ്റി, എന്താണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ആങ്സൈറ്റി നമുക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആങ്സൈറ്റി വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വന്നിട്ടുള്ളത്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, ആ ആങ്സൈറ്റി ഉള്ള സമയത്ത് എൻ്റെ ബോഡിയിൽ എന്തൊക്കെ സിംറ്റംസുകളാണ് നടക്കുന്നത്, വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവും നമുക്കുണ്ടാവും. അപ്പോൾ ആ രീതിയിലാണ് ന്യൂറോസിസ് എന്ന് പറയുമ്പോൾ സാധാരണ വരുന്ന എല്ലാ മെൻ്റൽ ഇൽസും, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഒബ്സസീവ് കമ്പൽഷൻ, ഫോബിയാസ്, ഇതൊക്കെ ന്യൂറോസിസിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. സ്വന്തം ചില സമയത്ത് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അതേപോലെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വേണ്ടത്, ഏതൊക്കെ ഒരു പ്രശ്നം വന്നാൽ എനിക്കതിനെ എങ്ങനെയാണ് കോപ്പിങ്ങിലേക്ക് കൊണ്ടുപോവുക, ആ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എനിക്ക് വീണ്ടും വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത്. നമ്മളെത്ര കൗൺസിലിംഗ് സെഷൻ കൊടുത്തു കഴിഞ്ഞാലും ആ ഒരു ക്ലയൻറ്റ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം ഓട്ടോമാറ്റിക്കായിട്ട് പ്രാക്ടിക്കലായി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് അയാൾക്ക് റിയാലിറ്റി എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലാണ് സൈക്കോട്ടിസും ന്യൂറോസിസും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ. പിന്നെ ഇതിൽ ചില വ്യക്തമായിട്ടുള്ള തെറ്റിദ്ധാരണകളുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് ഷിസോഫ്രീനിയ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അതായത് രണ്ട് വ്യക്തിത്വങ്ങളോ അല്ലെ 3 പേഴ്സണാലിറ്റി ഡിസോർഡർ അടങ്ങിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ഷിസോഫ്രീനിയ. കാരണം അവരുടെ സിംറ്റംസുകൾ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ ഒറിജിനൽ ഫാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇവർ ചില സമയത്ത് വരെ യാഥാർത്ഥ്യത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. ചില ആളുകൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഡെലൂഷൻ ഉണ്ടാവണമില്ല, പിന്നെ ഹലൂസിനേഷൻ ഉണ്ടാവണമെന്നില്ല. ബാക്കിയുള്ള ഡിസോർഗനൈസ് ഉള്ള ബിഹേവിയർ മാത്രമേ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് നമ്മൾ എന്താണ് കണക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ എന്താണ് ഒരു മൾട്ടിപ്പിളായിട്ട് ചില സമയത്ത് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ ഡിസോസിയേറ്റ് ഐഡൻറ്റിറ്റി പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന് 2 തരത്തിലുള്ള ഒരു വ്യക്തിത്വങ്ങൾ വന്ന് എന്ന് പറയാൻ പറ്റും. പക്ഷേ അത് നമുക്ക് കൺഫ്യൂസ്ഡ്. ചില സമയത്ത് നമ്മൾ ക്ലിനിക്കൽ അസസ്മെൻ്റ് ഒക്കെ നടത്തുന്ന സമയത്ത് ഷിസോഫ്രീനിയൻ്റെ ഒരുപാട് സിംറ്റംസുകൾ കിട്ടി, ചിലപ്പോൾ മറ്റു തരത്തിലുള്ള ഡിസോസിയേറ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ഇയാൾ ഒരുപാട് സ്വഭാവങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു മിഥ്യയാണ് എന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് എന്താണ്, ഷിസോഫ്രീനിയ എന്ന് പറയുന്നത് ഷിസോഫ്രീനിയ ഉള്ള ആളുകൾ എപ്പോഴും വയലൻ്റ് ആണ് എന്നുള്ളതാണ്. അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. പല കേസുകളിലും 70% ആളുകളും എന്താണ്, ഷിസോഫ്രീനിയക്കാർ വയലൻ്റ് അല്ല. അവർക്ക് എന്താണ് വ്യക്തമായിട്ടുള്ളതാണ്, നമുക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലോങ് ലൈഫ് ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതേപോലെ നല്ല മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് മിത്ത് ആൻഡ് ഫാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതിൽ പ്രധാനമായിട്ട് നമുക്ക് എന്തൊക്കെ സിംറ്റംസുകളാണ് ഈ ഒരു ഷിസോഫ്രീനിയക്ക് ഉണ്ടാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഡെലൂഷൻസ് തന്നെയാണ്. ഡെലൂഷൻസ് എന്ന് പറയുന്നത് ഫാൾസ് ബിലീഫ്സ് നോട്ട് ബേസ്ഡ് ഇൻ റിയാലിറ്റി.
യാഥാർത്ഥ്യങ്ങളില്ലാത്ത കാര്യങ്ങളെ സത്യമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്തോ വലിയൊരു ദുരന്തം നടക്കാൻ പോകുന്നുണ്ട്, ആ ഒരു രീതിയിലേക്കുള്ള കുറച്ച് ചിന്തകളും വിശ്വാസങ്ങളും. അപ്പോൾ അതിൽ കുറച്ച് ടൈപ്പ് ഓഫ് ഡെലൂഷൻസ് പറയുന്നുണ്ട്. ഒന്ന് പെർസെക്യൂട്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, അവരെപ്പോഴും എന്താണ്, അവരുടെ ചിന്തകൾ എന്നെ ആരോ ഉപദ്രവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ ആരോ പീഡിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ള ചിന്തകളുമായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ഓഫ് തിങ്കിങ്. ഇനിയിപ്പോൾ റെഫറൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആളുകൾ എപ്പോഴും എന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാനൊരു കുട്ടി ക്ലാസ്സിൽ എഴുന്നേറ്റ് സംസാരിച്ചു, ടീച്ചറോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളെല്ലാം എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്, അവരെന്നെ നോക്കിയിട്ടാണ് ചിരിക്കുന്നത് എന്നുള്ളത്. അല്ലേ പോലെ പബ്ലിക് ആയിട്ട് രണ്ടു പേർ സംസാരിക്കുന്നതിനിടയ്ക്ക് മറ്റുള്ള ആളുകൾ ആ ഏരിയയിലുള്ള ബസ് സ്റ്റാൻഡിലോ എവിടെയാണ് നിൽക്കുന്നത്, ആ ചുറ്റുപാടുള്ള ആളുകളൊക്കെ എന്നെയാണ് നോക്കുന്നത്, എന്നെ നോക്കിയിട്ട് കമൻ്റ് അടിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി. ഇനിയിപ്പോൾ ഗ്രാൻഡിയോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനൊരു വലിയ ആളാണ്, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എൻ്റെ അത്ര പവറില്ല, എനിക്ക് എല്ലാത്തിനും ശക്തിയുള്ള ഒരാളാണ്, ഞാൻ എല്ലാത്തിനും വില കൽപ്പിക്കപ്പെട്ടവനാണ്, ഞാൻ എവിടെയും ഒരു മോശക്കാരാവാൻ പാടില്ല, എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി. പിന്നെ കാസ്ട്രോഫൈസിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ള ഒരു കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് തന്നെയാണ്. ഒരു വലിയ ദുരന്തം എനിക്ക് സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ഭ്രാന്തമായിട്ടുള്ള ഏതോ ഒരു ലോകത്തേക്ക് എനിക്ക് പോവാനുണ്ട്, എൻ്റെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ വളരെ മോശക്കാരാണ് എന്നുള്ള ചിന്തകളുമായിട്ട് നടക്കുന്നതാണ് ഈ ഒരു ഡെലൂഷൻസ് എന്ന് പറയുന്നത്. 4 ടൈപ്പാണുള്ളത്. ഒന്ന് പെർസിക്യൂട്ടറി ആണ്, റെഫറൻഷ്യൽ, ഗ്രാൻഡിയോസ്, കാറ്റോസ്പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹലൂസിനേഷനിലേക്ക് വരുന്ന സമയത്ത്, ഹലൂസിനേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പല ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ മുമ്പ് ഒരു കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു 18-19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആൾക്ക് ഒരു മാരേജ് കഴിഞ്ഞ് 18 വയസ്സായപ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആള് കല്യാണത്തിന് ശേഷം അവരെ വീട്ടിൽ പറയുന്നത്, രാത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ആരോ ഒരാൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്, കുറച്ച് പ്രായമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ അയാളെ കുറച്ച് പല ദിവസങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് ഞാൻ വീട്ടിൽ അവിടെയും ഇവിടെയെങ്കിലൊക്കെ ആയിട്ട് കാണുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ കുട്ടിക്ക് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് എന്താണ്, വീട്ടിലെ വീട്ടുകാർ പറയുന്നത് ആ വീട്ടിൽ എന്തോ പ്രേതബാധയുണ്ട്. ഇവരുടെ വീട്ടുകാർ പറയുന്നത് ഈ കുട്ടിക്ക് പണ്ടേ മാനസികമായിട്ടുള്ള അസുഖങ്ങളാണ്, അത് ഇവിടെ വന്നാലാണ് അത് ശരിക്കും ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയത് എന്ന്. ശരിക്കും അത് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്, കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു വർഷത്തോളം ഇങ്ങനെ ആ കുട്ടീനെ വീട്ടിൽ തന്നെ ജീവിതത്തിൽ അടഞ്ഞു നിന്നു. പിന്നെ ഡൈവോഴ്സ് ഒക്കെ ആയി. പിന്നെ അതിനുശേഷം കുട്ടി തന്നെ ഇതിനെപ്പറ്റി ഒരു ഐഡിയ, സ്വയമായിട്ട് തിരിച്ചറിവ് ഉണ്ടാവുകയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണം എന്നുള്ള. എവിടെയോട്ട് ഒരു ക്ലാസ്സിലോ എന്തെങ്കിലും യൂട്യൂബിലോ കണ്ട് പഠിച്ചതോ എന്തോന്നറിയാം, അതിനെപ്പറ്റി റിയാലിറ്റി, എപ്പോഴോ ഒരു കുട്ടിക്ക് ഒരു റിയാലിറ്റി ഉണ്ടായി. അപ്പോൾ ആ റിയാലിറ്റിനനുസരിച്ച് കുട്ടി കറക്റ്റായിട്ട് കൗൺസിലിംഗ് വരികയാണ് സ്വന്തം ഉമ്മയും കൂട്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ പല കേസുകളിൽ എന്താണ്, നമുക്ക് ഇങ്ങനത്തെ ഹലൂസിനേഷനും കാണും. അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആ റിയാലിറ്റി, അതൊന്നും ഇല്ലാത്ത സാധനങ്ങളാണ്, ഞങ്ങൾ ആരും കാണുന്നില്ലല്ലോ, അതൊന്നും ഒരിക്കലും അങ്ങനത്തെ കേസുകൾ അവരോട് പറയണം. അവരെന്താണ് കണ്ടിട്ടുള്ളത് നിങ്ങൾ അത് അംഗീകരിക്കുക. പക്ഷെ നമുക്ക് എന്താണ്, അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടായി കൊടുക്കണം. നിങ്ങൾ എന്താണ് ഹലൂസിനേഷൻ കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, അത് എന്താണ് നിങ്ങൾക്ക് രുചിച്ചറിയാൻ കഴിയുന്നത്, അത് വ്യക്തമായിട്ട് എന്താണ് അനുഭവിക്കാൻ പറയുക എന്നുള്ളത്. നിങ്ങളെ കൺമുമ്പിലൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഒന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ചിന്താഗതിയും നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ചകളും നിങ്ങൾ ആ ഫോക്കസ് ചെയ്ത് ഒരു 5 നിമിഷമെങ്കിലും, അല്ലെ 2-3 സെക്കൻഡെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ആരാണ് വന്നിട്ടുള്ളത്, എന്താണ് നിങ്ങളുടെ ചെവിയിലൂടെ കേൾക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് മൂക്കിലൂടെ സ്മെല്ല് കിട്ടുന്നത്, അത് വ്യക്തമായിട്ട് അവർക്ക് തിരിച്ചറിവുണ്ടാവുക എന്നുള്ളത്. ആ തിരിച്ചറിവിലേക്ക് അവർക്ക് പോകുന്ന പതിയെ പതിയെ അത് റിയാലിറ്റി അല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് അവർക്ക് കിട്ടുന്നത്. പെട്ടെന്ന് നടക്കില്ല എങ്കിൽ പോലും പതിയെ പതിയെ എന്താണ്, അവർക്ക് ആ ഒരു ചിലപ്പോൾ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ എന്താണ്, ഒരു ബ്രെയിനിൽ അത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഇതേ നടക്കൂ, ഞാനിതേ കാണുന്നുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കാണാൻ പാടില്ല എന്നുള്ള ആ ഒരു ബ്രെയിനിൽ ഫിക്സഡ് ആയിട്ടുള്ള തോട്ട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്ക് വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇതൊരു സാധാരണമായിട്ട് പ്രശ്നമായിട്ട് കാണാതെ അവരെ പ്രശ്നങ്ങൾ എന്താണ്, ഉള്ളതെല്ലാം സത്യമാണ്, നിങ്ങളെല്ലാം കാണുന്നുണ്ട്, നിങ്ങളെല്ലാം അനുഭവിക്കുന്നുണ്ട്, ആ രീതിയിലായിരിക്കണം നമ്മുടെ ആ ഒരു അപ്രോച്ച് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ഇതാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തത്, ഒരു തേർഡ് സിംറ്റംസ് ആണ് ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ചിങ് തിങ്കിങ് എന്ന് പറയും. ബന്ധമില്ലാത്ത, ലോജിക്കൽ അല്ലാത്ത ചില സംസാരങ്ങൾ. ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബന്ധമില്ല, യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയുക.
ചില വാക്കുകൾ പറയുമ്പോൾ എന്താണ് വേർഡ് സാലഡ് എന്ന് പറയുമ്പോൾ യാതൊരു മിക്സഡ് ആക്കി പറയും. അപ്പോൾ നീ എവിടെ പോകുന്നു പറയും, ആ ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ പോയിരുന്നു എന്ന് പറയും. അല്ലെങ്കിൽ നീ ഇപ്പോൾ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ കഴിച്ചിരിക്കുന്നത് വേറൊരു സാധനത്തിന്, ഒരു വേറെ എന്തോ യാതൊരു ബന്ധമില്ലാത്ത യാതൊരു കാര്യവുമില്ലാത്ത രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന രീതി വ്യത്യസ്ത ഒരു ODD. പിന്നെ ഈ എക്സെൻട്രിക് എന്ന് പറഞ്ഞത് അപൂർവമായിട്ടുള്ള ചില വിശ്വാസങ്ങളും അപൂർവമായിട്ടുള്ള ചില പെരുമാറ്റ രീതികളും ഒക്കെയാണ് ഡിസ്ഓർഗനൈസ്ഡ് സ്പീച്ചിൽ വരുന്നത്. ഇനി അടുത്തത് ഡിസ്ഓർഗനൈസ്ഡ് അബ്നോർമൽ ബിഹേവിയർ. ഇതും എന്താണ് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ചില കുട്ടികൾക്കിടയിൽ എന്തെങ്കിലും കളിയാക്കലുകളൊക്കെ നിരന്തരമായി കിട്ടുക, അവോയ്ഡൻസ്, അതേപോലെ സോഷ്യൽ വിഡ്രോവൽ, ഇതൊക്കെ എന്താണ് പല പ്രശ്നങ്ങൾ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എന്താണ് സ്വഭാവത്തിലേക്ക് പെട്ടെന്ന് സൈലന്റ് ആവും, പിന്നെ അത് വയലന്റ് ആയി മാറും. പിന്നെ ചില ചില സമയത്ത് എന്താണ് ആവശ്യമില്ലാത്ത എന്ത് ചോദിച്ചാലും ഒരു അജിറ്റേഷൻ, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അഗ്രഷൻ, ദേഷ്യങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക, എല്ലാത്തിനെയും ഒരു ഇഗ്നോർ ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികളൊക്കെ അത് തീർക്കാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ. ഇനിയിപ്പോൾ പഠനത്തിലാണെങ്കിൽ ഒരു ദിവസം ആൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് എന്താണ് ആ പുസ്തകം എടുത്ത് വായിക്കാൻ ആൾക്ക് താല്പര്യമില്ല. പിന്നെ അതേപോലെ മുമ്പ് ഇതേ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കേസ് പറഞ്ഞതുപോലെ ഒരു MSc പഠിക്കുന്ന കുട്ടിക്ക് എന്താണ് ആള് വന്നിട്ടുള്ളത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആൾക്ക് എന്താണ് ഷിസോഫ്രീന്റെ സിംറ്റംസുകളാണ് നമുക്ക് അസസ്മെന്റ് ചെയ്ത് കിട്ടിയത്. അതിനെന്താണ് നമുക്ക് നേരെ കണ്ടിട്ടുള്ള സിംറ്റംസ് കുട്ടി പറഞ്ഞിട്ടുള്ളത്, പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വായിക്കാൻ പറ്റുന്നില്ല, തീരെ അറ്റൻഷൻ കിട്ടുന്നില്ല. ആ സമയത്ത് പലതരത്തിലുള്ള ചിന്തകളൊക്കെയാണ് എനിക്ക് വരുന്നത്. കാരണം റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോൾ കുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഇത് റിലേറ്റഡ് ആയ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് സിംറ്റംസുകൾ. ചിലപ്പോൾ അവർ പറയുന്ന സിംറ്റംസ് ആയിരിക്കില്ല നമുക്ക് അസസ്മെന്റ് ചെയ്യുമ്പോൾ കിട്ടുക. അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചിലപ്പോൾ ഒരേ ഈക്വാലിറ്റി ആയി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ എല്ലാം എന്താണ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു യഥാർത്ഥത്തിൽ ഇയാൾക്ക് അബ്നോർമൽ ബിഹേവിയർ ആണോ, നോർമൽ ബിഹേവിയർ ആണോ, ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള സ്പീച്ച് ആണോ, തിങ്കിങ് ആണോ എന്നുള്ളതൊക്കെ നോക്കേണ്ടത്. പിന്നെ ഇവർക്ക് എന്താണ് ചില സമയത്ത് അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാവും. പൂർണ്ണമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ചലന രീതി, അതായത് ശരീരത്തോടൊക്കെ പെട്ടെന്ന് ഒരു ഷോൾഡറൊക്കെ ഒന്ന് ഇളക്കി കളിക്കുക. അതേപോലെ നടക്കുന്ന സമയത്തൊക്കെ ഒന്ന് പെട്ടെന്ന് ഒരു ആള് ഒന്ന് മുന്നോട്ട് നടന്ന സമയത്ത് പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുക, എൻ്റെ ബാക്കിൽ ആരോ ഉള്ളത് മാതിരി തോന്നുന്നത്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ബാക്കിൽ ആരോ ഉണ്ടെങ്കിൽ നമ്മൾ പോലും ആ നോട്ടം കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിയിലായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും ഇവരെ റെസ്പോൺസും. എന്ത് കാര്യത്തിനും ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും റെസ്പോണ്ട്. ഒരു മെസ്സേജൊക്കെ അയച്ചാൽ ചിലപ്പോൾ സമയത്ത് നമ്മൾ മെസ്സേജ് അയക്കാൻ കാത്തു നിന്നത് പോലെ ആയിരിക്കും. അതല്ല ചിലപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ ആയിരിക്കും ആ ഒരു മെസ്സേജിന് റീപ്ലൈ കിട്ടുന്നത്. ഇങ്ങനെയൊക്കെയാണ് സാധാരണയായിട്ടൊരു സിംറ്റംസുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ ഫൈനലി നെഗറ്റീവ് ആയിട്ടുള്ള സിംറ്റംസുകൾ. ആൾക്കെന്താണ് വൃത്തിയും മെനയും തീരെ ഉണ്ടാവില്ല എന്നാണ്. കുളിയിലായാലും ഭക്ഷണത്തിലാണെങ്കിലും എന്തൊക്കെയോ ചെയ്താൽ മതി, എപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്നുള്ള ആ ടൈപ്പ്. തോന്നുമ്പോൾ കുളിക്കുക, തോന്നുമ്പോൾ പല്ല് തേക്കുക, തോന്നുമ്പോൾ ഉറങ്ങുക, തോന്നുമ്പോൾ എഴുന്നേൽക്കുക, ഈ ഒരു ടൈപ്പിലായിരിക്കും. നോർമൽ ഫങ്ഷൻസ് ഒക്കെ എല്ലാം തെറ്റായി കിടക്കുന്ന ആൾക്ക് സോറി, ഈ ഹൈജീനിക്കിലൊക്കെ വളരെയധികം കുറവായിരിക്കും. പിന്നെ ആളുകളെ കണ്ട് നോക്കാതെ സംസാരിക്കുക, എപ്പോഴും തല താഴ്ത്തി നടക്കുക. പിന്നെ ഫ്ലാറ്റ് ഇമോഷൻസിന് ഒരു ഒരു യാതൊരു പിന്നെ വികാരവും ഇല്ലാത്ത ഒരു ഫേസ്, ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത. പിന്നെ സംസാരിക്കുന്നതിനിടക്കൊക്കെ എന്താണ് ആൾക്ക് വളരെയധികം ലോ ആയിട്ട് സംസാരിക്കുക, നമുക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ ഇവർക്ക് സന്തോഷവും അതേപോലെ ഏതൊരു കാര്യത്തിൽ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും അവർക്ക് തീരെ ഇല്ലാതിരിക്കുക. പിന്നെ സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാവുക, ഡിഫിക്കൽട്ടി പ്ലാനിങ് ഓർഗനൈസേഷൻ. എല്ലാത്തിനും ഒന്ന് പ്ലാൻ ചെയ്യാനോ ഒരു പ്രവർത്തനത്തിലേക്ക് പോകാനോ യാതൊരു പ്ലാനിങ് ഉണ്ടാവില്ല. പ്ലാൻ ചെയ്താൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കാനൊക്കെ എല്ലാത്തിനും ബുദ്ധിമുട്ടുള്ള രീതിയിലായിരിക്കും നെഗറ്റീവ് സിംറ്റംസുകൾ സാധാരണയായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഷിസോഫ്രീനിയ കുട്ടികൾക്കിടയിലാണ്, ഒരു ടീനേജ് ആ ഒരു സമയത്ത് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും നമുക്കൊരു ഏകദേശം ഒരു 12 വയസ്സ്, ഷിസോഫ്രീനിയ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 12 വയസ്സ് മുതലെയാണ്. ആ ഒരു സമയത്തായിരിക്കും ആ ഒരു സെക്കൻഡ് ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കും. കാരണം എയർലി എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ കാരണം അതിന്റെ കറക്റ്റായിട്ട് എക്സ്പോഷർ നടക്കുക ഒരു 12-13 വയസ്സിലാണ്. അപ്പോൾ ഈ ഒരു കൗമാരക്കാരിൽ കാണുന്ന ഈ ഒരു ഷിസോഫ്രീനിയ ലക്ഷണങ്ങൾ മുതിർന്നവരെ പോലെ തന്നെ ചിലപ്പോൾ അതേപോലെ തന്നെ കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് തിരിച്ചറിയാൻ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു കാരണം കുട്ടിക്ക് വാശിയായിരിക്കാം,
അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കാത്തതായി, പഠിക്കാൻ മടിയുള്ളത് കൊണ്ടായിരിക്കും ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ആള് പിന്നെ തീരെ സംസാരിക്കില്ല. ആ കുട്ടി ജനിച്ചത് മുതൽ അങ്ങനെ ആരോടും സംസാരിച്ചിട്ടില്ല. സോഷ്യലായിട്ട് എന്താണ് കുറഞ്ഞ സർക്കിളിൽ ആള് ജീവിതമാണ്. ആ ഫാമിലി മൊത്തം അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പല സിംറ്റംസും നമുക്ക് കിട്ടും. പക്ഷേ മുതിർന്ന നമുക്ക് ഷിസോഫ്രീനിയ സിംറ്റംസുകൾ എന്താണ് വളരെ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള അറിവുകളാണ് നമുക്കുള്ളത്. ഈ ഒരു ക്ലയന്റ് എന്ന് വെച്ച് നോക്കുമ്പോൾ ഒന്നും എവിടെയും കാണിക്കുന്നില്ല. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അസസ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് കുട്ടികൾക്കിടയിൽ എന്താണ് മുന്നറിയിപ്പ് ഉണ്ടാക്കുന്നത്, ആദ്യം തന്നെ അവർ വീട്ടിൽ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ കൂട്ടുകാർക്കിടയിൽ ഫ്രണ്ട് സർക്കിളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സ്കൂളിൽ എന്താണ് വളരെ പെർഫോമൻസിലൊക്കെ നല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ലോ ആയി പോവുക. പിന്നെ വേറെ എന്തെങ്കിലും പതിയെ പതിയെ ഏതോ അഡിക്ഷനിലേക്ക് പോകുന്ന രീതി. പിന്നെ സ്ലീപ്പ് പ്രോബ്ലംസ് ഉണ്ടാവും. കറക്റ്റായിട്ട് ഉറക്കത്തിന് ചില പ്രശ്നങ്ങൾ, രാത്രി തീരെ ഉറക്കമില്ലാതിരിക്കുക, ചിലപ്പോൾ ക്ലാസ്സിലൊക്കെ പോയിക്കാൽ അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുക, ഇങ്ങനത്തെ ഒരു രീതി. പിന്നെ അതേപോലെയാണ് ഇറിറ്റബിലിറ്റി ടു ഡിപ്രസ്ഡ് മൂഡ്. എപ്പോഴും എന്താണ് ഒരു ഇറിറ്റബിളി ആയിരിക്കും, ദേഷ്യം, അഗ്രഷൻ, ആ ഒരു ടൈപ്പ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക. പിന്നെ എപ്പോഴും എന്താണ് ചില സാഹചര്യങ്ങൾ ഡിപ്രസീവ് ആയിട്ടുള്ള ഒരവസ്ഥ. എനിക്ക് ഒരു എനർജറ്റിക് ഇല്ലാതെ ഒരു മൂലക്ക് ഒതുങ്ങിയിരിക്കുക, ആരോടും സംസാരിക്കുന്നില്ല, ആരോടും ഒരു ഭക്ഷണം കഴിക്കുന്നില്ല, ആ രീതിയിലേക്ക്. പിന്നെ ലാക്ക് ഓഫ് മോട്ടിവേഷൻ, ഉത്സാഹക്കുറവ്, എനർജി, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ഏരിയയിൽ കൂടെ ഒക്കെ ആള് വളരെയധികം ഡൗൺ ആയി പോകുന്ന രീതിയിൽ. ഇതാണ് പ്രധാനമായിട്ടുള്ള സിംറ്റംസുകൾ കുട്ടികൾക്കിടയിലുള്ളത്. ഇനിയിപ്പോൾ ഇതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെയൊക്കെയാണ് ഷിസോഫ്രീനിയ ഉള്ള കേസുകൾ നമ്മളടുത്ത് വന്നാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലി ഹിസ്റ്ററി തന്നെയാണ്. ഈ വന്നിട്ടുള്ള ആൾക്ക് ഫാമിലിയിൽ നിന്നും പിന്നെ മുമ്പ് അവിടെ ആരെങ്കിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ്, ഇത് എന്തുകൊണ്ടാണ് ഇയാളുടെ ലൈഫിനെ ബാധിച്ചത്, എന്തൊക്കെ റീസൺ ആണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ സ്ട്രെസ്ഫുൾ ലൈഫ് എക്സ്പീരിയൻസ്, അതായത് ഇപ്പോഴത്തെ അയാളെ ജീവിതം നടന്നു പോകുന്നത് ഏതൊരു ജീവിത മേഖലയിൽ കൂടെയാണ്. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ സംഭവിച്ചിട്ടുള്ള ആളാണോ, അതുപോലെ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിക്കാണ് അയാൾ അങ്ങനെ ഒരു വളർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഫാമിലിയിൽ വന്നിട്ടുള്ളതാണോ, ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഫുൾ ലൈഫ് എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അന്വേഷിക്കണം. അതേപോലെ പ്രഗ്നൻസി ആൻഡ് ബർത്ത് പ്രോബ്ലംസ്, ഈ ഒരു പ്രഗ്നൻസി ഉള്ള സമയത്ത് ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ഗർഭകാലത്ത് ആ സമയത്ത് ആ ഒരു അമ്മയ്ക്ക് കറക്റ്റായിട്ടുള്ള പോഷകക്കുറവ്, അതേപോലെ അവർക്കുണ്ടാവുന്ന ആഫ്റ്റർ ആൻഡ് ബിഫോർ ന്യൂട്രീഷൻ്റെ ചില പ്രശ്നങ്ങൾ, ഭക്ഷണം കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക, പിന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ചില സമയത്ത് ചില കേസുകളിൽ ആൾക്കെന്താണ് പിന്നെ ഫാമിലി ചിലപ്പോൾ ഭർത്താവ് ഹസ്ബൻഡ് ആ സമയത്ത് ഉണ്ടാകുന്ന പല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്താണ് പിന്നീട് ഈ ഒരു വളർന്നു വരുന്ന ആ കുട്ടി, ജനിക്കുന്ന കുട്ടിക്ക് എന്താണ് ഒരു ഷിസോഫ്രീനിയ ലക്ഷണമായിട്ട് വരാനുള്ള ഒരു റിസ്ക് ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു ലോ ബർത്ത്, അതായത് വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക്, പിന്നെ അതേ സമയത്ത് ഇവർക്ക് തലച്ചോറിനെ ബാധിക്കുന്ന അല്ല ബ്രെയിനെ ബാധിക്കുന്ന നമുക്ക് ഒരുപാട് ഡോപ്പമൈൻ പോലെയുള്ള ഹോർമോൺസുകളുണ്ട്. അതിൻ്റെ ഉൽപ്പാദനം എന്താണ് രാസപ്രവർത്തനത്തിൻ്റെ വളർച്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇതിൽ തന്നെ ചില സമയത്ത് എന്താണ് ചില ആളുകൾ സൈക്കോ ആക്റ്റീവ്, സൈക്കോട്രോഫിക് എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഇപ്പോഴത്തെ നമ്മളെ ഈ ഒരു MDM എന്നൊക്കെ പറയുന്ന മരുന്നുകൾ എന്താണ് സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം, നിരന്തരമായിട്ട് അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഷിസോഫ്രീനിയ പതിയെ പതിയെ ആ ഒരു സിംറ്റംസിലേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നത് സൂയിസൈഡ് തോട്ടുകൾ തന്നെയാണ്. ഷിസോഫ്രീനിയ നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിസ്ക് ഫാക്ടർ കൂടെ കടന്നു പോയിട്ടുള്ള ഏതൊരാൾക്കും എന്താണ് സൂയിസൈഡ് ചിന്തകളും അതിൻ്റെ അറ്റംപ്റ്റുകളും പലതവണ അയാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, അതിൻ്റെ കൂടെ തന്നെ ഹൈ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി മൂലം ഉണ്ടാവുന്ന OCD എന്താണ് ഒരു ചിലപ്പോൾ OCD ഒബ്സഷൻ മാത്രമായിരിക്കും, ചിലപ്പോൾ കമ്പൽഷൻ ഉണ്ടായിക്കോണമെന്നില്ല. ഈ ഒബ്സഷൻ ഹൈ ആയിട്ട് എന്താണ് ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട് അയാളെ ചിന്തയിലേക്ക് ബാധിക്കുന്നത് കാരണം അയാൾക്ക് ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ ആ ചിന്ത ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് തന്നെ പുറത്തേക്കൊന്നും വരുന്നുമില്ല. കാരണം ചിന്തകൾ അത് ഓവർ തിങ്കിങ് ആക്കി പറഞ്ഞിട്ടുള്ള ആ ഒരു ഷിസോഫ്രീനിയ അല്ലെങ്കിൽ ആ ബിഹേവിയർ ഡിസ്ഓർഗനൈസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറിലേക്ക് പോകും. പിന്നെ എന്താണ് ഹൈ സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ, പിന്നെ യൂണിപ്പോളാർ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് അതിൽ പെട്ടതാണ്. പിന്നെ സബ്സ്റ്റാൻസ് മിസ്യൂസ്, ആൽക്കഹോൾ, ഡ്രഗ്, നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെയാണ് ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, സ്കൂളിലുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ എന്താണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പിന്നീട് വരും.
ഈ ഒരു ഒറ്റ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നൊക്കെ ഒരാളാണെങ്കിൽ അയാൾക്ക് നിരന്തരമായിട്ട് പ്രത്യേകിച്ച് ഷിസോഫ്രീനിയ സിംറ്റംസും അയാളെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ബാധിക്കുന്ന സമയത്ത് പിന്നീട് അയാളെ ലൈഫ് പൂർണ്ണമായിട്ട് ഒരു അല്ലെങ്കിൽ ഒരു ഡിസോർഡർ തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. മെയിനായിട്ടുള്ള സോഷ്യൽ വിഡ്രോവൽ ആൻഡ് ഐസൊലേഷൻ ആണ്. പിന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, മെഡിക്കൽ ഇഷ്യൂസ് ഇതൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരു എന്തെങ്കിലും പീഡനത്തിലോ അല്ലെങ്കിൽ അബ്യൂസോ പിന്നെ ട്രോമയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും മുമ്പ് അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണുകയോ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അതും ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വരും. ഒക്കേഷനിൽ നോക്കുന്ന സമയത്ത് എന്താണ് എപ്പോഴും ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും അല്ലെങ്കിൽ വയലൻ്റ് ആയിരിക്കും. വയലൻ്റ് ചില സാഹചര്യങ്ങൾ മാത്രമാണ്. അവർക്ക് ഇഷ്ടപ്പെടാത്തത് കാണുമ്പോൾ, ഇഷ്ടപ്പെടാത്തത് പറയുന്നത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് വയലൻ്റ് ആകും. എപ്പോഴും വയലൻ്റ് ആവാനുള്ള സാധ്യതയും ഇതിൽ കാണുന്നില്ല. ഇതുവരെ ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സാർ അതെ, സാർ പറഞ്ഞില്ലേ ഇങ്ങനെ ഇപ്പൊ ഈ ടീനേജേഴ്സിൽ കാണുന്ന സിംറ്റംസ് ഇപ്പൊ ഈ ഹാലൂസിനേഷനും ഡെലൂഷനും ഒന്നും അല്ലല്ലോ. അപ്പൊ നമുക്കത് ഇല്ല സ്കിസോ ആണ് എന്നുള്ളത് എങ്ങനെയാണ് ഡൗട്ട് തോന്നുക? ഒരു ഫാമിലി ഹിസ്റ്ററി ആണോ? ഇല്ല നമ്മൾ പറഞ്ഞല്ലോ, ഈ ആ ഡിലൂഷനും ഹലൂസിനേഷനും ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഡിസ്ഓർഗനൈസ് സ്പീച്ച്, തിങ്കിങ്, ബിഹേവിയർ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. ആ അവരിപ്പോൾ തെറ്റായി കിടക്കുന്ന ചിന്തയിൽ കൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, എന്തൊക്കെ ബിഹേവിയർ ആണ് നമ്മളോട് അല്ലെങ്കിൽ വീട്ടിൽ കാണിക്കുന്നത്, എന്തൊക്കെ സ്വഭാവ രീതി, ആളുടെ പെരുമാറ്റം എങ്ങനെയാണ്, സ്കൂൾക്കിടയിൽ, റിലേഷൻഷിപ്പിന്റെ ഇടയിൽ, അങ്ങനെയാ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹലൂസിനും ഡിലൂഷനും ചില കേസുകൾ കാണിക്കോളണമെന്നില്ല. അസസ്മെന്റ് ഏതപ്പോ ചെയ്തു? ആ അസസ്മെന്റ് നമുക്ക് പറയാം അതിന്റെ ഏതൊക്കെ ടൂൾസ് ആണ് എന്നുള്ളത്. ആ പിന്നെ ഇതില് ഹൈജീൻ കുറയും. ഒരു ഹൈജീൻ തീരെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. കാരണം അതിലൊന്നും അവർക്ക് ശ്രദ്ധയില്ല. കാരണം എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, കറക്റ്റായിട്ടൊരു മെഡിക്കൽ പ്രാക്ടീഷണർക്കോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ലെവലിലേക്കോ പോവാത്ത ഒരാൾ ഒരു സൈക്കോതെറാപ്പിക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അയാളെ ഷർട്ടിലും അയാളുടെ ഡ്രസ്സിലൊക്കെ എന്നോ ഇട്ടതായിരിക്കും, ചളി പിടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മുടിയൊന്ന് ചീകിയിട്ട് അതൊന്നും ഓർമ്മ തന്നെ ഉണ്ടാവില്ല അയാൾക്ക് ചിലപ്പോൾ നമ്മളെടുത്ത് വരുന്ന സമയത്ത്. ഹൈജീനിക് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇവർക്കിടയിൽ. അതുണ്ടാവും. അവർക്ക് അതൊന്നും നമ്മൾ ഒരു നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കേണ്ടി വരും വീട്ടിൽ. കാരണം പെൺകുട്ടീനോട് കുളിക്കാൻ പറയില്ല, ആൺകുട്ടീനോട് കുളിക്കാൻ പറയില്ല, ദിവസം 3-4 പ്രാവശ്യം നമ്മൾ നിർബന്ധിച്ച് പറയേണ്ടി വരും. അത് സിസോഫ്രീനിയ ഉള്ള ആ കുട്ടികൾക്ക് എന്നല്ല, പക്ഷെ അതൊക്കെ എന്താണ് അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. അവരൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. അവർ കുളിക്കും ഒരു സമയമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പല്ല് തേക്കും, ആരും പറയാം, അവർക്ക് തോന്നണം. പിന്നെ അതിന്റെ കൂടെ നമ്മൾ ബാക്കി പറഞ്ഞ സിംറ്റംസ് കൂടെ ഉണ്ടെങ്കിൽ അത് മെയിനായിട്ട് ഒരു ഷിസോഫ്രീനിക്ക് ബാധിക്കുന്നത് ഈ ഒരു അഡോളസെന്റ് സ്റ്റേജ് തന്നെയാണ്. ആ സ്റ്റേജ് കഴിഞ്ഞ് ചിലപ്പോൾ പലർക്കും ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക് റിക്കവറി ഒക്കെ ആയി പോകും. പിന്നെ ഒരു കുറച്ച് 40, 35, 40 ഒക്കെ ഏജ് ആകുമ്പോൾ അത് ഒരു കംബാക്ക് ആണ്, റീ എൻട്രി നടത്തുകയാണ് അവരുടെ ലൈഫിലേക്ക്. ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ കൂടെ അവരുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ അവർ വീണ്ടും പഴയ കഴിഞ്ഞിട്ടുള്ള ആ അനുഭവങ്ങളും അനുഭവിച്ചിട്ടുള്ള ആ മോശമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ വീണ്ടും അവർ ചിന്തകളുമായിട്ട് വീണ്ടും അവർ ലൈഫിലേക്ക് ബാധിക്കും. അപ്പൊ എന്താണ് ഇവിടെ പൂർണ്ണമായിട്ടൊരു എക്സ്പ്ലോറേഷൻ നടക്കും. അന്ന് വലിയ ആരും പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അയാൾക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ജീവിതശൈലി കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. പക്ഷെ നിലവിൽ പ്രസന്റ്ലി പ്രോബ്ലം എന്താണ് അയാളുടെ ലൈഫിൽ നടന്നിട്ടുള്ളത്, പണ്ടത്തെ എല്ലാ പ്രശ്നങ്ങളും ഒന്നുകൂടി കൊണ്ടുവന്ന് കൂടുതലായിട്ട് പ്രശ്നങ്ങളാക്കി വരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഇനി പ്രിവെൻഷൻ ആണ്, എന്തൊക്കെ മുൻകരുതലാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. പക്ഷെ ഇതൊരു മുൻകരുതൽ എന്ന് പറയും, നോ ഷുവർ വേ ടു പ്രിവെന്റ്. ഇതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ചികിത്സ നമുക്ക് ഇവിടെ ഇല്ല. പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അവർ പൂർണ്ണമായിട്ട് ഞങ്ങൾ മാറ്റിത്തരും, ഇന്ന മരുന്ന് കഴിച്ചാൽ മാറും എന്നുള്ളതൊന്നും നമുക്കൊരു പ്രതീക്ഷയും ഇങ്ങനത്തെ ആളുകൾ കൊടുക്കാൻ പാടില്ല, കൊടുക്കുകയില്ല. കാരണം എന്താണ്, അവർ നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ അവർ നിലവിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് എന്താണ്, ലോങ് ടേം ആയിട്ട് അവരുടെ ജീവിതകാലം എന്നാണ് അവരെ ഒരു സോഷ്യൽ ലൈഫിൽ അല്ലെ അവരുടെ ഡെയിലി ഫങ്ഷൻസിലൊക്കെ മാറ്റങ്ങൾ കിട്ടുന്നത് വരെ എന്താണ് നമ്മളത് ഇങ്ങനെ അവരെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. ആ രോഗം വീണ്ടും വരുന്ന സമയത്ത് റിലാപ്സ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ എന്താണ് അപ്പം തന്നെ വീണ്ടും ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുക. അവർക്കുള്ള അതിന്റെ ട്രീറ്റ്മെന്റ്, മെഡിറ്റേഷൻ, മരുന്നാണോ ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണോ അവർക്ക് വ്യക്തമായിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
ഇന്നത് വേണം ഇന്നത് കൊടുക്കണ്ട അതൊന്നുമില്ല. പക്ഷെ കറക്റ്റായിട്ട് മുമ്പ് എങ്ങനെയാണോ ട്രീറ്റ്മെൻറ്റ് ആ പാറ്റേണിൽ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ ഇതിൽ ഡയഗ്നോസിസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പലതരത്തിൽ ഡയഗ്നോസിസ് എടുക്കാനുണ്ട്. ഒന്ന് ഫിസിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളല്ല ഈ ഇപ്പോൾ നിലവിൽ ഇയാളെ മാനസികമായി തകർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ചിന്താ പ്രശ്നങ്ങൾ തകർത്തിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് നമ്മൾ നോക്കുക. അവർക്ക് ശാരീരികമായിട്ട് വേറെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. കാരണം അതുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കാരണം ചിലപ്പോൾ ഒരു ചിന്തയിൽ കൂടെ പ്രശ്നങ്ങളായി ചിലപ്പോൾ ആള് തന്നെ പറയും ചിലപ്പോൾ എനിക്ക് ഷിസോഫ്രീനിയാണ്, അലൂഷിനേഷൻ ഉണ്ട്, ഡിലൂഷൻ ഇതൊക്കെ പറയുമെങ്കിൽ പോലും നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് അസസ്മെന്റ് ഫിസിക്കൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും തൈറോയിഡോ അതേപോലെ എന്തെങ്കിലും PTSD പോലെയുള്ള എന്തെങ്കിലും ട്രൊമാറ്റിക് ആയിട്ട് ഒരു ആക്സിഡന്റ് ഇത് സംഭവിച്ച് ശാരീരികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൽ കൺവേർസേഷൻ ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫിസിക്കൽ എക്സാമിനേഷൻ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത്. പിന്നെ ടെസ്റ്റ് ആൻഡ് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അവിടെ ചെയ്യേണ്ട വ്യക്തമായിട്ടുള്ള ഒരു സബ്സ്റ്റാൻഡ് യൂസേജ്, ഇയാൾക്ക് മയക്കുമരുന്നുകൾ, ആൽക്കഹോൾ ഇതിൻ്റെ എത്രത്തോളം ഉപയോഗമുണ്ട് അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ നടത്തുന്നത്. അതിൻ്റെ കറക്റ്റ് ഉപയോഗത്തിൻ്റെ ശൈലിയും ഏതൊക്കെ രീതിയിലാണ് ഇനിയിപ്പോൾ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു തവണയാണോ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കിട്ടുമ്പോൾ മാത്രമാണോ, എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ അതേപോലെ മെന്റൽ ഹെൽത്ത് ഇവാലുവേഷൻ, മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നമുക്ക് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് അസസ്മെന്റ് ഓഫ് അപ്പിയറൻസ് ആണ്. അവിടെ അയാൾക്ക് ചെയ്യേണ്ടത് നമ്മളോടുള്ള ആ അപ്പിയറൻസ്, അല്ലെങ്കിൽ കുടുംബത്തിനോടുള്ള, അല്ലെങ്കിൽ കൂടെ ഫാമിലിയുള്ള, അല്ലെങ്കിൽ കൂട്ടുകാരോടുള്ള അയാളുടെ നിലവിലുള്ള അപ്പിയറൻസ് ബിഹേവിയർ എങ്ങനെയാണ് എന്ന് നോക്കുക. അതനുസരിച്ചായിരിക്കണം നമ്മൾ ഡയഗ്നോസിസ് ചെയ്യേണ്ടത്. അതിൻ്റെ കൂടെ അയാളെ ചിന്തകൾ, അല്ലെങ്കിൽ അത് അയാളുടെ മനോഭാവത്തിൽ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ, പിന്നെ ഡെലൂഷൻസ് ഉണ്ടോ നോക്കുക, ഹലൂസിനേഷൻ ഉണ്ടോ നോക്കുക. പിന്നെ അതേപോലെ സൂയിസൈഡ് ആയിട്ടുള്ള ചിന്തകൾ അയാളെ ലൈഫിൽ ബാധിക്കുന്നുണ്ടോ, അതേപോലെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ആ ഒരു പിന്നെ ചിന്തകൾ മാത്രമല്ല അയാൾ അറ്റംപ്റ്റ് കൂടി സൂയിസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫാമിലി പേഴ്സണൽ ഹിസ്റ്ററി, ഇതേപോലെ കോമോർബിഡിറ്റി ആയിട്ട് ഇയാൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അതേപോലെ തന്നെ ഒരു ചിത്തഭ്രമം എന്ന് പറയുമ്പോൾ ഷിസോഫ്രീനിയ എന്ന് പറയുമ്പോൾ ഫാമിലി ആർക്കെങ്കിലും ഒരാൾക്കുള്ളതാണെങ്കിൽ അത് ഒരു താഴ്വഴിയായിട്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ അയാളെ കൺമുമ്പിൽ അയാളെ ജീവിതത്തിൽ മുമ്പ് കണ്ടു വളരുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അതേപോലെ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അയാൾക്കൊരു കുട്ടിക്ക്, വളർന്നു വരുന്ന കുട്ടിക്ക് ഒരു ഫ്രീഡം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെ ചിലപ്പോൾ ആ കുടുംബത്തിൽ മാനസികാവസ്ഥ ഉള്ള ഒരാളുണ്ട്, അതുകൊണ്ട് നാട്ടുകാരും കുടുംബക്കാരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ പല സാഹചര്യങ്ങളും ഇങ്ങനത്തെ കുട്ടികൾ വളർന്നു വരാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പല മൂവിയിലും നമ്മളൊക്കെ കാണാറുള്ളതാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻ. അതൊക്കെ റിയൽ ആയിട്ട് പല കുടുംബത്തിൽ നടക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി പേഴ്സണൽ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു ട്രീറ്റ്മെന്റിലേക്ക് നമുക്ക് പോകുമ്പോൾ ലൈഫ് ലോങ് തന്നെ ഒരു കെയർ കൊടുക്കണം എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ അവർക്ക് എത്രത്തോളം നമുക്ക് നമ്മുടെ സഹായം, മെഡിറ്റേഷൻ ആണെങ്കിലും പിന്നെ സൈക്കോതെറാപ്പി ആണെങ്കിലും എന്ത് തെറാപ്പി ആണെങ്കിലും ഒക്കെ നമുക്ക് ജീവിതകാലം അവരെ കൂടെ തന്നെ നിൽക്കുക, അവർക്ക് മെന്റലി ഫിസിക്കലി ആയിട്ട് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈക്കോ സോഷ്യലിൽ നമ്മളിപ്പോൾ സാധാരണ പറയുന്നത് പിന്നെ സൈക്കോ സോഷ്യലിലേക്ക് വരാം. അതിൻ്റെ കൂടെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ, ഇപ്പോൾ വേണമെങ്കിൽ നിർബന്ധമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ചെയ്യേണ്ട കേസുകളാണെങ്കിൽ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ ട്രീറ്റ്മെൻറ്റ് ശേഷമായിരിക്കും ഈ ഒരു സൈക്കോ സോഷ്യൽ തെറാപ്പിയിലേക്ക് നമ്മൾ പോവുക. ഇതിൽ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷനിലേക്ക് പ്രധാനമായിട്ട് ഇൻഡിവിജ്വൽ തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുക. അയാളുടെ ചിന്താഗതികളെയും അയാളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഇൻഡിവിജ്വൽ തെറാപ്പിയൊക്കെ ആണെങ്കിൽ CBT ഒക്കെ ഏറ്റവും ബെസ്റ്റാണ്. അയാളെ ചിന്തകളെ തിരിച്ചറിയുക, ഈ ഒരു പിന്നെ നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആളെ ഏകദേശം നമ്മളുമായിട്ട് ഒരു റാപ്പോ ബിൽഡപ്പ് ഒക്കെ ആയി അയാളെ പ്രശ്നങ്ങളൊന്ന് റിയലൈസ് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഒരു തോട്ട് റെക്കോർഡ് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ പ്രശ്നങ്ങൾക്ക് അയാൾക്ക് തന്നെ പതിയെ പതിയെ തിരിച്ചറിയാൻ പറ്റും. നെഗറ്റീവ് ചിന്തകളാണ് പൂർണ്ണമായിട്ടും മനസ്സിലുള്ളത്. ആ ചിന്തകളൊക്കെ താൽക്കാലികം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒന്ന് ഹാപ്പി ആവാം എന്ന് സ്വയം ഒന്ന് ചിന്തിക്കാൻ CBTകൾക്ക് പറ്റും. പിന്നെ അതേപോലെയാണ് സ്ട്രെസ് കോപ്പിംഗ്. ആ ലൈഫിൽ ഇപ്പം നിലവിൽ അനുഭവിക്കുന്ന ഏത് സ്ട്രെസ്ഫുൾ ലൈഫാണോ അതിന് നമ്മൾ താൽക്കാലികമാക്കി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കോപ്പിംഗ്, അവർക്ക് എന്ത് റിലാക്സ് ആണ് ഇതിൽ വേണ്ടത്, റിലീഫാണ് ഇതിൽ വേണ്ടത്, അതിനനുസരിച്ച് അവർക്ക് നമുക്ക് മാറ്റങ്ങൾ കൊടുക്കുക. പിന്നെ അതേപോലെ ഈ ഒരു രോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഷിസോഫ്രീനിയൻ്റെ സിംറ്റംസുകൾ എന്താണ്, മുന്നറിയിപ്പായിട്ട് എന്തെങ്കിലും അവർക്ക് തന്നെ സ്വയമായിട്ട് ഇന്ന അസുഖം വന്നാൽ ഇന്ന ലക്ഷണങ്ങളൊക്കെയാണ് കാണിക്കുക, അതിനൊരു തിരിച്ചറിവ് നമ്മൾ എന്താണ് ഇൻഡിവിജ്വൽ തെറാപ്പിയിലൂടെ നമുക്ക് പറ്റും.
പിന്നെ അതിൻ്റെ കൂടെയാണ് സോഷ്യൽ സ്കിൽ ട്രെയിനിങ്ങുകൾ. ആളുകളോട് എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും, ഡെയിലി ഫങ്ഷൻസിൽ എന്തൊക്കെ സ്വയമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ രീതിയിൽ ചെയ്ത് തീർക്കാം. പിന്നെ അത് സോഷ്യൽ ലൈഫിൽ എന്താണ് ഒരുപാട് ഗെറ്റ് ടുഗദർ പാർട്ടി, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇങ്ങനത്തെ ഗ്രൂപ്പിൽ അവരൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് സോഷ്യൽ സ്കില്ല് ട്രെയിനിങ് ആയി വരും. പിന്നെ ഇതേപോലെ ക്ലാസ്സുകളിലൊക്കെ അവർക്ക് എന്താണ് പങ്കെടുപ്പിക്കുക, ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഫാമിലി തെറാപ്പി ആണെങ്കിൽ എന്താണ് പലർക്കും എന്താണ് ഷിസോഫ്രീനിയ, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിൽ നിന്ന് പതിയെ ഒരു ഫാമിലി പോലും മാറ്റി നിർത്തുന്ന അവസ്ഥയാണ്. ഒരു 20% ഫാമിലി പോലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കൂല. കാരണം എന്താണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ എന്താണ് നാട്ടുകാരെന്ത് വിചാരിക്കും, കുടുംബക്കാരെന്ത് വിചാരിക്കും, എൻ്റെ കുടുംബത്തിലെ മൊത്തം ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങളായി എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു മിത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ഈ അത് കാണുമ്പോൾ തന്നെ പതിയെ അങ്ങ് മാറിക്കോളും എന്നുള്ള ആ ഒരു ധാരണ ആളുകൾക്കിടയിലുണ്ട്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടൊരു കേസ്. കാരണം മുമ്പ് ആ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ശ്രദ്ധിക്കാതെ കുറേ വർഷങ്ങൾക്ക് ശേഷം അയാളെ ഒരു ഫാമിലി സെറ്റായി നിൽക്കുന്ന സമയത്തായിരിക്കും വീണ്ടും പ്രശ്നങ്ങൾ വരിക. അതപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ, ഇത് സിംറ്റംസ് കണ്ടാൽ തന്നെ നേരത്തെ ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് വ്യക്തമായിട്ട് ഫാമിലിക്ക് ആ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ എന്താണ് കൊടുക്കുക, പിന്തുണ. കാരണം ഈ ഒരു ക്ലയൻറ്റിന് സ്വന്തം കുടുംബത്തിൽ അയാളെ പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നങ്ങളായി കണ്ട് ഒരുമിച്ച് നിന്നിട്ടുണ്ട് അയാളെ മാക്സിമം ആയിട്ട് മാനസികമായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സപ്പോർട്ട് ചിലപ്പോൾ അയാളെ പതിയെ പതിയെ അയാളുടെ സിംറ്റംസിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിലുപോലെ ഇതിൽ ഇതിൽ കുറച്ച് റിഹാബിലിറ്റേഷൻ സെൻ്ററുമായിട്ട് നമുക്ക് ആ ഏരിയയിൽ കൂടെ പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് പലതരത്തിലുള്ള അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അവർക്ക് അവിടെ തന്നെ ഈ ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് അവർക്ക് ചെറിയ ചെറിയ രീതിയിൽ ജോലി ചെയ്യാൻ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുക. പിന്നെ അവിടെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അവിടെ കുക്ക് ചെയ്യുക, പിന്നെ അവിടെ പോലെ ഈ ചെടി നനയ്ക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റിഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അവിടുത്തെ ജോലികൾ തന്നെ ഇങ്ങനത്തെ ആളുകളെ കൊണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേയൊക്കെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അതൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. കാരണം അവർ ചെയ്യുന്ന ജോലികളാണോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണോ ഏത് രീതിയിലാണ് അവർക്ക് കിട്ടുന്ന ഓരോ സപ്പോർട്ടും അവരെ സിംറ്റംസുകൾ കുറയാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ആൾക്ക് അത്രയും സിവിയർ ആണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത്രയും ക്രൈസിസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ക്രൈസിസ് സിവിയർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ന്യൂട്രീഷൻ, സ്ലീപ്പ്, ഹൈജീനിങ്, ഇത് മൂന്നും അയാളെ ദിവസം ഡെയിലി ഫങ്ഷനെ ബാധിക്കുമ്പോഴാണ് ചിലപ്പോൾ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരിക. അപ്പോൾ അവിടെ നിർത്തി ചികിത്സിക്കുന്ന ഏറ്റവും ബെറ്റർ എങ്കിൽ അവിടെ ചികിത്സിപ്പിക്കുക. അല്ലാണ്ട് ഒരു സെഷൻ അവിടെ പോയി കുറച്ച് മരുന്ന് വാങ്ങി വീട്ടിൽ തന്നാൽ ചിലപ്പോൾ മരുന്ന് കഴിച്ചപ്പോൾ ആ സമയത്ത് കുറച്ചൊരു ആൾ സൈലൻ്റ് ആവും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്താണ് ചിലപ്പോൾ പിന്നീട് മാറ്റങ്ങൾ വല്ലാതെ വയലൻ്റ് ആവാനുള്ള സാധ്യത. കുറഞ്ഞ ദിവസം അവിടെ നിർത്തുക, പിന്നെ തിരിച്ചു പോവുക. പിന്നെ ചില സാഹചര്യം ECT കൊടുക്കാറുണ്ട്, ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്ന് പറയുന്നത്. അതൊരു ഇലക്ട്രിക്കൽ ഷോക്കാണ്. നമ്മൾ സാധാരണ ഈ ഒരു സാധാരണ മയക്ക് കൊടുത്തിട്ട് അവർക്ക് എന്താ ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ചെറിയ രീതിയിൽ ഷോക്ക് കൊടുക്കുന്ന രീതിയാണ് ECT എന്ന് പറയുന്നത്. അത് പലർക്കും ചില ആളുകൾക്ക് എന്താണ് ചില കേസുകൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലിനിക്കൽ ലെവലിൽ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതൊക്കെ എന്താണ് അവരെ ആ ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന ആ ഒരു സിംറ്റംസുകളും ആ ഒരു ബ്രെയിൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള പ്രശ്നം, ഇതൊക്കെ ECT ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഒരുപാട് ചെക്ക് ലിസ്റ്റുകളുണ്ട്. ചെക്ക് ലിസ്റ്റ് SCCID എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേർഡ് ക്ലിനിക്കൽ ഇൻഫോർമാറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, SCID എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ വേറൊരു സ്കെയിലുണ്ട്, മിനി എന്ന് പറഞ്ഞിട്ട് മിനി ഇൻ്റർനാഷണൽ ഷിസോഫ്രീനിക്കൽ ക്ലിനിക്കൽ ലെവൽ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെയാണ് സാധാരണ അസസ്മെൻറ്റ് ടൂൾസുകളായിട്ട് ഉപയോഗിക്കുക. പിന്നെ അതേപോലെ വേറൊന്നും കൂടി പാൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അതൊക്കെ നമുക്ക് ഈ ഒരു ക്ലിനിക്കൽ സൈക്കാട്രിക് ഡോക്ടേഴ്സ് അവർ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് സാധാരണ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാനോ അതിനുള്ള അംഗീകാരങ്ങളൊന്നുമില്ല. പക്ഷേ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനത്തെ ടൂൾസുകളാണ്, ഇതൊക്കെ രീതിയിലാണ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അങ്ങനത്തെ ആളുകൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യുക. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് റെഫർ ചെയ്തെടുത്ത് നമ്മളെടുത്തുനിന്ന് വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ സൈക്കോ തെറാപ്പിയിൽ ഏതെങ്കിലും കൊടുത്തിട്ട് ആദ്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ CBT കൊടുക്കുക. CBTയിൽ അയാൾക്ക് ചിന്തയിലാണ് പ്രശ്നങ്ങളുള്ളത്. ചിന്തയിലും പ്രശ്നങ്ങൾ മാത്രമല്ലാതെ ഇമോഷണലായിട്ട് കൂടുതൽ ബാധിച്ചിട്ടുണ്ട്, DBT കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് DBT കൊടുക്കുക. എന്നിട്ട് അതിൽ ഡിയർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂൾസ് ഉണ്ട്. ആ ടൂൾസാണ് പതിയെ ആൾക്ക് കൊടുത്തിട്ട് ജീവിതത്തിലെ പ്രശ്നങ്ങൾ സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും CBTയിലെ ആ തോട്ട് റെക്കോർഡുകൾ, കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, അങ്ങനെ പല ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം.
ഇതൊക്കെയാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. കോപ്പിംഗ് ആൻഡ് സപ്പോർട്ട് കൊടുക്കുക മാക്സിമം. ലേൺ അബൌട്ട് ഷിസോഫ്രീനിയ. ഏകദേശം ആളൊരു മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആയി കഴിഞ്ഞാൽ ഷിസോഫ്രീനിയ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. കൂടുതൽ ഉറങ്ങാൻ അയാൾ പറയും. രാത്രി ഒരു സമയം വരെ 8 to 10, രാവിലെ ഒരു 5-6 മണി വരെയെങ്കിലും നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് പിന്നെ ഉറങ്ങാൻ പറയുക. ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ സെറ്റിങ്സ് ഉണ്ടാക്കി ലൈഫിൽ എന്തൊക്കെയാണ് നേട്ടങ്ങളുള്ളത്. പഠിക്കുകയാണെങ്കിൽ പഠനത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതി, ഇനിയിപ്പോൾ ജോലി ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ആൽക്കഹോൾ, ഡ്രഗ് ഒക്കെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാക്സിമം അത് നമുക്ക് ഒഴിവാക്കുക. അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ നമുക്ക് മാറ്റി നിൽക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ സർവീസുകൾ ഒരുപാട്, ഒരു +2 ഡിഗ്രി ഒക്കെ ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ടാവും. പിന്നെ സോഷ്യൽ സർവീസ്, മെഡിക്കൽ സ്റ്റുഡൻസ് അങ്ങനത്തെ ഒരു ടീമിലൊക്കെ അവർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പതിയെ പതിയെ അവരുടെ സിംറ്റംസ് കുറേയൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ റിലാക്സേഷൻ മെത്തേഡ്, ബ്രീത്തിങ് എക്സസൈസുകൾ, PMR പോലെയുള്ളത്, പിന്നെ ബോഡി സ്കാനിങ്, ലവ് സ്കാനിങ്, ഇതൊക്കെ പിന്നെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് റിലാക്സേഷൻ മെത്തേഡുകളായി കൊടുക്കുക. പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല, ആങ്സൈറ്റി കുറയാൻ പറ്റുള്ള ആ ഒരു സ്കെയിലുകൾ, ഒരു 0 to 10 0 to 100 ഒക്കെ അവർ സ്കെയിൽ പോലെ അവർക്ക് കൊടുത്തിട്ട് അവരുടെ ഈ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റി അവർക്ക് സ്വയം ചെക്ക് ചെയ്യുന്ന രീതിയിലേക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വീട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം. ഈ പറഞ്ഞിട്ടുള്ള അവസാനത്തെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് കൺസൾട്ടിങ് എന്നുള്ള രീതിയിൽ, ഒരു കൗൺസിലിംഗ് സെഷനിൽ. കാരണം ഡോക്ടർ റെഫർ ചെയ്ത് നമ്മളെടുത്ത് വന്നു, അതിനുശേഷം നമുക്ക് താൽക്കാലികമായി മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. പിന്നെ ഒരിക്കലും എന്താണ് ഇവർ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ അധ്യാപിച്ചു എന്നുള്ളതല്ല. അവരിപ്പോൾ നിലവിലുള്ള ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗോൾ സെറ്റിങ്സിലേക്കാണ് പോവുക. എന്താണ് ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, അതിൽ നിന്ന് മാറ്റങ്ങൾ പതിയെ ഉണ്ടായി കൊടുക്കുക, അത് ചോദിച്ചറിയുക, അതിലൂടെ അവരെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോവുക എന്നുള്ളതാണ്. ഈ ഒരു ടൈപ്പിലാണ് ഷിസോഫ്രീനിയെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ ആണ് എല്ലാവരും? ഓക്കെ സർ. ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ ഷിസോഫ്രീനിയ എന്താണ്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, എങ്ങനെയൊക്കെയാണ്? ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടെങ്കിൽ സ്കിസോഫ്രീനിയ ആവാൻ അധികം ബുദ്ധിമുട്ടില്ല അല്ലെ? ഇല്ല, അതൊക്കെ പെട്ടെന്ന് അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓ, ഓക്കെ. ബൈപ്പോളാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ഷിസോഫ്രീനിയന്റെ സിംറ്റംസ് കൂടെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഒരു ബൈപ്പോളാർ വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മൂഡ് ഡിസോർഡർ, എന്തുകൊണ്ടാണ് ഈ ഡിസോർഡറിലേക്ക് വന്നിട്ടുള്ളത്, എന്തെങ്കിലും നമ്മൾ ആദ്യം ഷിസോഫ്രീനിന്റെ സിംറ്റംസ് ബേസ് വെച്ച് DSM-5 പോലെയുള്ള അതിലെ സിംറ്റംസുകൾ നോക്കുക. രണ്ടും ഒരേ പാറ്റേണിൽ തന്നെയാണ് പോണത്. ഷിസോഫ്രീനിയന്റെ ഇയാൾക്കുണ്ട്, ബൈപ്പോളാറും ഉണ്ട്. എന്നപ്പോൾ എഫക്റ്റ് ഫോർ ഷിസോഫ്രീനിയ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ബൈപ്പോളാർക്ക് അയാൾ വന്നിട്ടുണ്ടാവുക. പക്ഷെ വയലന്റ് ആവുന്നുണ്ടാവില്ല. നമ്മളെ അറിവ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കേട്ടറിവുള്ള ഒരു രീതി എന്ന് പറയുന്നത് ഇത് ഷിസോഫ്രീനിയ ഉള്ള ആളുകൾ എപ്പോഴും വയലന്റ് ആവും എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ വളരെ മൂടിയാണ്, സംസാരിക്കുന്നില്ല, പാവാണ്, കുറച്ചു കാലം ആളും പിന്നെ ഒരു ആക്റ്റീവ് അല്ല. അത് മാത്രമായിരിക്കും നമുക്കുണ്ടാവുന്ന ആ ഒരു നോളജും, അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്ന അവർ പറയുന്ന അതിൻ്റെ പാരന്റോ നമ്മളോട് പറയുന്ന കാര്യങ്ങളും. ഇതിൽ CBT എങ്ങനെ ഉപയോഗിക്കാൻ ചോദിച്ചാൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. CBT എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആണ് കൊടുക്കാൻ പറ്റുക. നിങ്ങൾ പറഞ്ഞ ഇൻസൈറ്റ് ഇല്ലാത്ത ഒരു പേഷ്യൻ്റ് CBT യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പേഷ്യൻറ്റിന് മാത്രമല്ല ഇവിടെ കൊടുക്കേണ്ടത്, നല്ല രീതിയിൽ CBT പ്രകാരം ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനും, അയാൾ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇത് കൊടുക്കണം. പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊരു ബ്രെയിൻ ഡിസോർഡർ ആണ്, പ്ലസ് സ്ട്രെസ് ഇൻട്രാക്ഷൻ ആണ്. ഒരു ബ്രെയിനിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്, മാനസികമായിട്ടുള്ള ഒരു സൈക്കോട്ടിക് ഇൽനെസ് ആണ് എന്ന് വ്യക്തമായിട്ട് തന്നെ ഫാമിലീസിന് മെമ്പറിന് കാരണം അതിൻ്റെ കൂടെ തന്നെ ഇതൊരിക്കലും അയാൾ അറിഞ്ഞുകൊണ്ടല്ല നിങ്ങളോട് ചെയ്യുന്നത്.
അയാളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് അയാളുടെ ലൈഫിൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടത് എന്നുള്ളത്. പിന്നെ അവിടെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് നമുക്ക് ചിലപ്പോൾ ഹലൂസിനേഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഡെലൂഷൻ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഉണ്ടാവാം. ഇനിയിപ്പോൾ നെഗറ്റീവായുള്ള സിംറ്റംസിൽ നോക്കുമ്പോൾ മോട്ടിവേഷൻ, അയാൾക്ക് വളരെ എനർജറ്റിക് കുറവൊന്നും ഉണ്ടാവില്ല, എപ്പോഴും നല്ല എനർജിക്കായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഫ്ലാറ്റ് എഫക്റ്റ്, നേരത്തെ നമ്മൾ ആ സിംറ്റംസ് പറഞ്ഞത് തിങ്കിങ്, റിജിഡ് തിങ്കിങ് ഒന്നും അയാൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചിന്താഗതിയിൽ ചിലപ്പോൾ ഇത് ഹൈ ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ആൾക്ക് പുവർ അറ്റൻഷൻ, ഒന്നിലും ഒരു അറ്റൻഷൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാത്ത, ജോലിയിലാണെങ്കിലും പ്രവർത്തനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അയാൾക്ക് എന്താണ് മെമ്മറി ഇഷ്യൂസുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഈ കോഗ്നിറ്റീവ് തെറാപ്പി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പിന്നെ അതേ മാക്സിമം എന്താണ് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു നല്ലൊരു എൻഗേജ്മെന്റ് ആൻഡ് റാപ്പോ, നമ്മൾ അവരുമായിട്ട് നല്ല രീതിയിൽ എത്രത്തോളം നമുക്ക് അവർ കൗൺസിലിംഗ് സെഷനിൽ അവരുമായിട്ട് ഇടപഴകാൻ പറ്റുമോ അത് കൊടുക്കുക. അതിൽ ഡിലൂഷൻസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഹലൂസിനേഷനെ പറ്റി പറഞ്ഞു കൊടുക്കാം, ഈ ഒരു സിസോഫ്രീനിയൻ്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണ്, ഡിസോർഗനൈസ് ആയിട്ട് വരുന്ന തിങ്കിങ്, സ്പീച്ച്, ഇതൊക്കെ അവിടെ കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് ബിഹേവിയർ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ടേംസ് ആണ് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ അയാൾക്ക് ബിഹേവിയർ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നല്ല നല്ല സ്വഭാവങ്ങൾ മുമ്പ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എടുത്ത് പറഞ്ഞിട്ട് ഇപ്പം നിലവിൽ നിങ്ങൾ ഇതിലേക്കൂടെ തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞു, അതിൽ പഴയതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലേക്ക് മാറ്റാം, എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ചെയ്താൽ പഴയതുപോലെ ആവാം എന്നതുപോലെ ബിഹേവിയർ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് പോവാം. പിന്നെ ചിലത് എന്താണ് കോപ്പിംഗ് വിത്ത് വോയിസ് ആണ്. കോപ്പിംഗ് വിത്ത് വോയിസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഹലൂസിനേഷൻ ഉള്ള സമയത്ത് എന്താണ് അവരെ വ്യക്തമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറയുക എന്നുള്ളത്. അത് CBT ഒരു മെത്തേഡാണ്. ആ ഒബ്സർവേഷൻ അവർക്ക് എടുക്കുന്ന ഹലൂസിനേഷൻ ആണോ ഡെലൂഷൻ ആണോ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കേൾക്കാനോ കാണാനോ ശ്രമിക്കുക. എന്താണ് തൻ്റെ കൺമുമ്പിൽ വരുന്നത് അത് റിയലൈസ് ചെയ്യാൻ പറ്റുക. റിയലൈസ് ഇല്ലാത്തത് എന്താണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് തെറ്റായിട്ടുള്ള ചിന്തകൾ വരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളത്. പിന്നെ ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസുകൾ, അവരുടെ ഡെയിലി ഫങ്ഷൻസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, എക്സസൈസ്, റിലാക്സേഷൻ മെത്തേഡുകൾ, ഇതൊക്കെ കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രവർത്തനത്തിനും ഫാമിലി ഇൻവോൾവ്മെൻറ്റ് വേണം. എന്നാൽ ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ അത് മാറ്റങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളും, കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടെക്നിക്കുകളും എന്താണ് പിന്നീട് അവർ ഈ ഒരു ടെൻഷനും കാര്യങ്ങളും വരുമ്പോൾ പതിയെ പതിയെ സ്വയമായിട്ട് ഉപയോഗിച്ച് തുടങ്ങണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു റിലാക്സ് പ്രിവെൻഷൻ അതിനെ ബാധിക്കാനുള്ള സാധ്യത. ഇതൊക്കെയാണ് ഏകദേശം ഒരു CBTയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെക്നിക്കുകൾ. തോട്ട് റെക്കോർഡ്, ജേണൽ റൈറ്റിംഗ്, ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. അവരെ നിരന്തരമായിട്ട് ജേണൽ എഴുതിപ്പിക്കുക. പിന്നെ അത് അവർ ജേണൽ എഴുതിക്കാൻ പറ്റാതെ അതിനെ തന്നെ ഇവരെ കൊണ്ട് തന്നെ ഇവാലുവേറ്റ്, അവരെ എഴുതിയ ചിന്ത അവരെ തന്നെ ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ഷിസോഫ്രീനിയക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വേറെന്തെങ്കിലും? ആർക്കും ചോദിക്കാനില്ലേ? പിന്നെ ഈ ഒരു റിയൽ കോഴ്സ് ഓഫ് ഷിസോഫ്രീനിയ ഫാമിലി ഹിസ്റ്ററി, ലൈഫ് ടൈം. അപ്പോൾ ഈ ഒരു ഫാമിലി ഹിസ്റ്ററിയും ടൈം, പിന്നെ എന്തെങ്കിലും ഒരു ട്രോമയും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് പോവുക? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഒരു ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ റിയൽ കോഴ്സ് ഓഫ് ഷിസോഫ്രീനിയ ഇഫ് ദർ ഈസ് നോ ഫാമിലി ഹിസ്റ്ററി ആൻഡ് ലൈഫ് ടൈം ട്രോമ? എനിവൺ ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു നോക്കി എന്തായിരിക്കും പോവുക? നമ്മൾ ഇന്നിവിടെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആർക്കൊന്നും പറയാനില്ല, ഒരു ഐഡിയ ഇല്ല. നമ്മൾ പറഞ്ഞിട്ടില്ലേ ജനറ്റിക്കൽ ഫാക്ടേഴ്സ്,
പ്രീനാറ്റൽ സ്റ്റേജ് അതാണ് നോക്കേണ്ടത്. കുട്ടിക്ക് ജനിക്കുന്ന സമയത്ത് എന്താണ് വെയിറ്റ് കൂടുതൽ ഉണ്ടായിരുന്നോ, കുട്ടി ആ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ, കുട്ടീൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് കുട്ടിക്ക് ഒരു ട്രോമ സംഭവിച്ചിട്ടില്ല, ലൈഫിൽ ഒരു ബാഡ് ഹിസ്റ്ററി സംഭവിച്ചിട്ടില്ല, ഒരു അബ്യൂസ് നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. കുട്ടി നോക്കുന്ന ആ ഒരു കുട്ടീൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം പോസിറ്റീവാണ് നമുക്ക് കേട്ടെടുത്തോളം. പക്ഷെ അവിടെ ഇങ്ങനത്തെ കേസിൽ വരുന്ന സമയത്ത് ബയോളജിക്കൽ ആൻഡ് ജനറ്റിക്കൽ പ്രിവെൻഷനിലേക്ക് പോവുക. കുട്ടി ജനിക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു, ആ അമ്മയുടെ അവസ്ഥ എങ്ങനെയാണ്, ആ കുട്ടി ജനിക്കുന്ന സമയത്ത് എത്ര കിലോ ഉണ്ടായിരുന്നു, ആ കുട്ടി എത്രാം വയസ്സിലാണ് സംസാരിച്ച് തുടങ്ങിയത്, എപ്പോഴാണ് നടന്നു തുടങ്ങിയിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ പല അമ്മമാരും പറയാണ്ട് അവന് അല്ലെങ്കിൽ അവള് എല്ലാ കുട്ടികളും പോലെ തന്നെയാണ് സംസാരിച്ചത്. അവർക്ക് ഒരു ധാരണ ഉണ്ടാവില്ല എത്രാം വയസ്സിനാണ് സ്വന്തം മകൾ സംസാരിച്ച് തുടങ്ങിയിട്ടുള്ളത്, എപ്പോഴാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥിരം പറയുന്ന ഫാമിലി നമ്മുടെ അടുത്ത് റെമഡിയേഷന് വരുന്ന അമ്മമാരോട് ചോദിക്കുന്ന സമയത്ത് വളരെ IQ ലെവല് വളരെ കൂടുതലായിരിക്കും, SQ ലെവൽ വളരെ ലോ ആയിരിക്കും. അതേപോലെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നോക്കുമ്പോൾ അതിലും ലോ ആയിരിക്കും. ഇത് നോക്കുന്ന സമയത്ത് എന്താണ്, പഠനത്തിലൊക്കെ കുട്ടി ഉഷാറാണ്, പക്ഷെ പറഞ്ഞു വരുന്നത് കുട്ടി പഠിക്കുന്നില്ല എന്നുള്ള പേരും പറഞ്ഞിട്ടാണ്. കുട്ടീൻ്റെ പഠന നിലവാരം പോലും പാരന്റിന് അറിയില്ല. എന്നിട്ട് അവർ പറയും നമ്മൾ ചോദിക്കും ഡെവലപ്മെന്റ് സ്റ്റേജിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, കുട്ടി എപ്പോഴാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, എത്രാം വയസ്സിലാണ് നടന്നിട്ടുണ്ടായത്, അതൊന്നും അവർക്ക് എല്ലാ കുട്ടികളും പോലെ സംസാരിക്കും പോലെ തന്നെ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പറയും ഇവൻ്റെ മുത്തച്ഛനും കുറേ വൈകിട്ടാണ് സംസാരിച്ചു, ഒരു 3-ാം വയസ്സിലും 4-ാം വയസ്സിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇവൻ അത്രക്കും പോയിട്ടില്ല, എന്നാൽ 2-2.5 വയസ്സ് പോയിട്ടുണ്ട് എന്ന് പറയും. ഇങ്ങനത്തെ പല കേസുകളും വരാറുണ്ട്. അപ്പോൾ ഷിസോഫ്രീനിയൻ്റെ കേസിൽ നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രിനാറ്റൽ സ്റ്റേജുകൾ, അമ്മയുടെ ഗർഭസ്ഥാനത്ത് ആ സമയത്ത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെ സ്ട്രെസ് ലൈഫ് അവർക്ക് ഉണ്ടായിരുന്നു, കുട്ടി ജനിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, ഡെലിവറി നോർമൽ ആയിരുന്നോ, ഇതൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ എൻവിറോൺമെൻറ്റ് ഫാക്ടർ, ഇപ്പോൾ ഇയാൾ ജീവിക്കുന്ന ആ ഒരു ലൈഫിലേക്കൊക്കെ വീട്ടുകാർ ചിലപ്പോൾ സംഭവം ഒന്നും അറിയണമെന്നില്ല, നാട്ടുകാരറിയണമെന്നില്ല, അയാളെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ്, അയാൾ സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ആളുകളോട് ഏതൊക്കെ രീതിയിലാണ് പെരുമാറുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, എൻ്റെ അടുത്തൊരു കേസ് വന്നിട്ടുള്ളത് ഷിസോഫ്രീനിയ അല്ല, അയാൾക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫാമിലി വന്നിട്ടുള്ളത്. എന്നെ തീരെ വൈഫ് പറയുന്നത് എന്നെ ആരും തീരെ മൈൻഡ് ചെയ്യുന്നില്ല, അയാൾക്ക് ഫുൾ ടൈം ചാറ്റ് ആണ് പ്രശ്നം, ഫോൺ വിളി ചാറ്റ്, ഫാമിലി കേസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ആ കേസ് ഞാനൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളോട് പറയുന്നില്ല, പക്ഷെ അയാൾ ചാറ്റിങ് അയാൾ എനിക്ക് കാണിച്ചു തന്നത് സ്വന്തം ജെൻഡറിനോട് തന്നെയുള്ള ചാറ്റിംഗ് ആണ്. അയാൾ ഏകദേശം 45-50 വയസ്സോളായി. അപ്പോൾ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അയാൾക്ക് ഓരോരുത്തർക്കും പല പ്രശ്നങ്ങളും ഓരോ ലൈഫിൽ ബാധിക്കും. കാരണം അയാൾക്കൊരു ജെൻഡറിനോട് താല്പര്യം ഉണ്ടായിട്ടോ ബയോസെക്ഷൽ ആയിട്ടുള്ള ഒരു ജെൻഡറൊന്നല്ല അയാൾ, പക്ഷേ ചില സാഹചര്യത്തിൽ എന്തോ ഒരു ചാറ്റിംഗ് മെസ്സേജിലൂടെ അയാൾക്കൊരു മെസ്സേജ് കിട്ടി, നിരന്തരം ഒരു ആണും പെണ്ണും എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ ആ രീതിയിൽ തന്നെ റിലേഷൻഷിപ്പിലേക്ക് അയാൾ പോയി. ഇത് വൈഫിന് കണ്ടപ്പോൾ സംശയമായി, മൊബൈൽ ഇയാൾ കാണിച്ചു കൊടുക്കുന്നില്ല, എല്ലാ ആപ്പും ലോക്ക്ഡ് ആണ്, ഫേസ് ലോക്കാണ്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ വന്ന് നമ്മുടെ അടുത്ത് വന്നു, അയാൾ ഒരിക്കലും കൗൺസിലിംഗ് തയ്യാറല്ല. അപ്പോൾ നിർബന്ധമായിട്ട് എന്താണ് ഫാമിലി അടക്കം പ്രശ്നങ്ങൾ വന്ന സമയത്ത് കൊണ്ടുവന്ന സമയത്ത് അയാൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾ ഒരിക്കലും ഇത് പുറത്ത് പറയരുത്, എനിക്കൊരു കാര്യം രഹസ്യമുണ്ട്, അത് എനിക്ക് മാറാൻ പറ്റുന്നില്ല, ഒരു അഡിക്ഷൻ പോലെ അയാളെ ലൈഫ് അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്ന സമയത്ത് അയാൾ ചാറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഫുള്ള് എനിക്ക് കാണിച്ചു തരികയാണ്, ഇതൊക്കെയാണ് സംഭവം ലൈഫിൽ നടക്കുന്നത്, ഇത് എനിക്ക് എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത്. അത് നമുക്ക് മാറാൻ പതിയെ അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. പക്ഷെ അയാൾ വന്നിട്ട് ഒരു പെട്ടെന്നുണ്ടായ കേസല്ലത്, 1-2 വർഷത്തോളം ഇതുണ്ട്. ഇതൊക്കെ ചെന്നാണ് നമുക്ക് പിന്നീട് ഒരു ഷിസോഫ്രീനിയയിലേക്ക് പതിയെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും അയാൾക്ക് മോശമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്നും മാറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അയാളെ പേഴ്സണൽ ട്രേറ്റ്സ് തന്നെ മാറുകയാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പല കേസ് ക്ലയൻറ്റുകൾ വരുന്ന സമയത്ത് അസസ്മെൻറ്റ് വ്യക്തമാക്കുക, ഡയഗ്നോസിസ് വ്യക്തമാക്കി എടുക്കുക എന്നുള്ളതാണ്. സാർ, ഈ ഹോം സ്റ്റേജില് അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥയും ഇതിനൊരു റീസൺ ആയിട്ട് വരും അല്ലേ? അതെ, ആ ഒരു റീസൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് പറയില്ലേ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വൈഫ് അല്ലെങ്കിൽ ഭാര്യയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ഇങ്ങനത്തെ സാഹചര്യം നമ്മൾ എന്ത് സ്വഭാവം ആ പെൺകുട്ടിക്ക് അവർക്ക് ഉണ്ടെങ്കിലും അവർ ഈ ഒരു സാഹചര്യം നമ്മളൊന്നും അവരോട് പറയാൻ പാടില്ല എന്നുള്ളത് അവർക്ക് വിഷമാവുന്നതല്ല, അത് ആ കുട്ടിയെ മാനസികമായിട്ട്
ബ്രെയിനെ ബാധിക്കാനുള്ളത് കൊണ്ട് അതാണ്. ഇതിനെപ്പറ്റി ഒരു അറിവുള്ളവരും അറിവില്ലാത്തവരും എന്താണ് പറയും, ഈ ഒരു സാഹചര്യത്തിൽ അവരോട് പറയുന്നത് വളരെ മോശമായി പോയി എന്ന് പറയും. അപ്പോൾ അത് വളരെയധികം ഒരു എന്താണ് സ്പെസിഫൈ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു 7 to 9 മന്ത്, അവസാനത്തെ ഒരു 2 മന്ത് വളരെയധികം കെയർഫുൾ ആയിട്ട്, അവർക്കെല്ലാം ഹെൽത്തി ഒക്കെ ഓക്കെ ആയിരിക്കും, മരുന്ന് പ്രശ്നമില്ല എല്ലാം. പക്ഷെ മാനസികമായിട്ടൊരു എന്തെങ്കിലും തളർച്ചയോ പ്രശ്നങ്ങളൊക്കെ അവർക്കുണ്ടെങ്കിൽ അത് ആ ഫൈനൽ സ്റ്റേജിലേക്ക് നല്ല രീതിയിലേക്ക് അത് മാറാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണേ. ഒരു ഫാമിലിയില് ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു MBBS പോകാനായിരുന്നു താല്പര്യം. പക്ഷെ പാരന്റ്സ് സമ്മതിച്ചില്ല, നിർബന്ധിച്ച് ആയുർവേദ കോളേജിൽ കൊണ്ട് ചേർത്തി. അതിനുശേഷം ആകെ താളം തെറ്റി, പിന്നെ അത് സ്കിസോഫ്രീനിയയിലേക്ക് വന്നു. അങ്ങനെ ഒരു റീസൺ ഉണ്ടോ? ആഗ്രഹിച്ചൊരു സംഗതി നേടാൻ കഴിയാതെ? അതെ അതെ, കിട്ടാക്കാനും കിട്ടുന്ന വിചാരിച്ചത് മനസ്സിൽ കിട്ടാത്താകുമ്പോൾ നമുക്കത് പതിയെ പതിയെ അതൊരു സ്വഭാവം വാശിയാണ് വരിക. പിന്നെ അത് അഗ്രഷനായി മാറും. ആദ്യം എന്താണ്, ആ സമ്മതിക്കാത്ത ആളുകളോട് ചെറിയൊരു ദേഷ്യമായിട്ട് മാറും. ഒരിക്കലും അത് റിയലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആൾ പോയിട്ടുണ്ടാവില്ല. കാരണം എന്താണ്, ഈ കുട്ടിക്ക് മെഡിക്കലാണ് താല്പര്യം. പക്ഷെ ചിലപ്പോൾ പാരന്റ് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, സാമ്പത്തികമായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റീസൺ അവിടെ കണ്ടിട്ടുണ്ടാവണം. ആ കുട്ടി ഒരിക്കലും ആ പാരന്റിനോട് സംസാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ഇതിലേക്ക്, നിങ്ങൾ എന്നെ ഇതിലേക്ക് ആക്കിയിട്ടുള്ളത് ചോദിച്ചിട്ട് ആ റിയലൈസ് ചെയ്യാത്തത് കൊണ്ടാണ് കുട്ടിക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. അത് ഷിസോഫ്രീനിയ വരാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസുകളൊക്കെ ആ കുട്ടികൾ ഉണ്ടെങ്കിൽ ഏർലി ഒരു ഇന്റർവെൻഷൻ ട്രീറ്റ്മെന്റിലേക്ക് പോവുക എന്നുള്ളതാണ്. കാരണം ആ ചിന്തകയാണല്ലോ പ്രശ്നം. തൻ്റെ ചിന്തകളെ മറ്റുള്ളവർ അവഗണിച്ചു എന്നുള്ള ഒരൊറ്റ പ്രശ്നമാണ് ആ കുട്ടിക്ക് ഉണ്ടാവുക. എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല, എൻ്റെ ആഗ്രഹങ്ങൾക്ക് ആർക്കും അഗ്രസീവാണ്. അതെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക. ഓക്കെ, താങ്ക് യു. Thank you. ഓക്കെ, നമുക്കിങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഇനി എന്തെങ്കിലും? ഫൈനൽ ചോദ്യം, ക്യാൻ ഷിസോഫ്രീനിയ സ്റ്റാർട്ട് എനി ഏജ്? പറയൂ പറയൂ. അതെ സാർ, എനിക്കും ഇതുപോലെ ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു +1 പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഒരു അത് നല്ല സ്മാർട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ് പറഞ്ഞു. പക്ഷെ അവർക്ക് ഇതുപോലെ ആ കുട്ടിയുടെ ഒരു അഫെയർ വീട്ടിൽ പിടിച്ചപ്പോ അതിനുശേഷം ഈ കുട്ടി പഠിപ്പിൽ ഇപ്പൊ വളരെ മോശമാണ്. പിന്നെ അതുമല്ല, ഈ കുട്ടി പറയുന്നത് പഠിക്കാതിരിക്കുമ്പോ മറ്റ് ചിന്തകളാണ് വരുന്നതെന്ന്. അപ്പൊ ഈ അമ്മയുടെ അടുത്താണ് ഇത്ര ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മ അത് അച്ഛൻ മരിച്ചിരിക്കണു. അപ്പം ഇങ്ങനെ ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, അത് ഭയങ്കര സീനായി. അതിന് ശേഷം എന്ത് ചിന്തകൾ, അപ്പൊ ആള് ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞത് ഇതാണ്, എനിക്കിങ്ങനെ ചിന്തകളാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ആള് ഫസ്റ്റ് വന്നത്. ആള് വരാൻ സമ്മതിക്കാതെ അത്രയും ഇതിലാണ് കൊണ്ടുവന്നത്. ഈ കുട്ടിക്ക് സ്കിസോഫ്രീനിയ ഗ്രാൻഡ് മദറിനുണ്ട്, കുട്ടിയുടെ അമ്മയുടെ. പക്ഷെ അതിന് ഒരു നമ്മൾ ഒന്ന് നോക്കേണ്ടത്, നമ്മൾ ABC മെത്തേഡ് പഠിക്കാറില്ലേ? എ എന്ന് പറയുന്നത് ആന്റിസിഡൻസ് ആണ്. ഈ ഒരു ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഇൻസിഡന്റ് നടക്കുന്നതിന് മുമ്പ് കുട്ടി എങ്ങനെയായിരുന്നു, അവിടെ ഓൾറെഡി കുട്ടീൻ്റെ ഗ്രാൻഡ് മദർ ഷിസോഫ്രീനിയ ഉണ്ടെങ്കിൽ ഈ കുട്ടി എങ്ങനെയാണ് ഇത്രയും കാലം ചെയ്യുക? വളരെ ഹാപ്പി ആണെങ്കിൽ അവിടെ ഷിസോഫ്രീനിയ ഗ്രാൻഡ് മദറിന് വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ ബിലീഫ്സ് ആൻഡ് ഈ ഒരു ബിഹേവിയർ, ഈ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിന് ശേഷം കുട്ടി എന്താണ് കാണിച്ചിട്ടുള്ളത്, എന്താണ് പെരുമാറിയിട്ടുള്ളത്, എന്തൊക്കെ വിശ്വാസങ്ങളാണ് കുട്ടിയുടെ മനസ്സിലുള്ളത്, അതുമൂലം കോൺസിക്വൻസസ് എന്താണ് കുട്ടി അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആന്റിസിഡൻസ് എന്ന് ബിഫോർ ഒന്നുമില്ലെങ്കിൽ അതിനുശേഷം ആഫ്റ്റർ നമ്മൾ നോക്കുക. അത് വിചാരിച്ചിട്ട് കുടുംബത്തിൽ അങ്ങനെ ഒരാൾക്ക് ഇതൊരു ഇൽനെസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് വരണം നിർബന്ധമൊന്നുമില്ല. ഇല്ല, അത് ഈ വീട്ടുകാർക്കാണ് അങ്ങനെ ഒരു ചിന്ത ഉള്ളത്. അവർക്ക് ഇത് സ്കിസോഫ്രീനിയ എന്നൊന്നും അറിയില്ല. ഈ കുട്ടിയുടെ അമ്മയ്ക്ക്
ഭയങ്കര ഒരു പേടി. അതായത് അമ്മയുടെ അമ്മയ്ക്കാണ് ഇപ്പൊ നിലവിൽ അസുഖം ഉള്ളത്. അപ്പൊ ഈ ഉം, കുട്ടിക്ക് ഇതായിരിക്കും അതായിരിക്കും. ഈ കുട്ടിയാണെങ്കിൽ വീട്ടിൽ എന്നും വഴക്കാണ്. ഒരു 2 ആഴ്ച ഉം, പറഞ്ഞിട്ടാണ് ഈ കുട്ടി എങ്ങനെയൊക്കെയോ അവർ കൊണ്ടുവന്നത്. പക്ഷെ വന്നപ്പോ ഉം, ആള് സംസാരിക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അവരമ്മേനെ ഇത്രയും കാര്യങ്ങളും എല്ലാം ഓപ്പണായി പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒക്കെ ആളെന്നെ ആ, ഓപ്പണായി പറഞ്ഞു. ഒറ്റയ്ക്കാണ് സംസാരിച്ചത്. പിന്നെ ഈ അമ്മയ്ക്കാണ് പേടി. ഇനിയിപ്പോ ഈ കുട്ടിക്ക് ഉണ്ടാവുണ്ടാവും. ഞാൻ പറഞ്ഞു 2 ആഴ്ച നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാനാണ് പറഞ്ഞുള്ളത്. അപ്പൊ ഈ ഉം. ഇടയിൽ 2 പ്രാവശ്യമൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. എന്താ വെച്ചാല് ഇങ്ങനെ ചിന്തകൾ വരുമ്പോഴൊക്കെ. അതെ, അത് തൽക്കാലം നമുക്കൊന്നൊരു നിങ്ങളൊരു അത് അവർ കേസ് വിടണ്ട. ആ ചിന്തകളൊന്ന് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി മാറ്റാൻ വേണ്ടി ഒരു മാസമോ 2 മാസം അവരെ കൊണ്ട് ഒരു ജേണൽ എഴുതിപ്പിക്കുക. ആ ജേണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ അത് ഓരോന്നായിട്ട് ഡെയിലി വിട്ടുകൊടുക്കുക. ആ ചിന്തകളൊന്ന് മാറ്റാൻ ഞാൻ തോട്ട് വേണ്ടിയിട്ടേ. റെക്കോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ആ തോട്ട് റെക്കോർഡ് ചിന്ത വരുന്ന സമയത്ത് ആ ചിന്തകൾ എഴുതാൻ പറയുക. അതിന്റെ ഇമോഷൻ അവരോട് തന്നെ സ്കോർ ചെയ്യാൻ പറയുക. അത് പോസിറ്റീവായിട്ടൊന്ന് എഴുതാനും പറയുക. അത് നല്ലതാണ്. സ്കെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസം അങ്ങനെ വരുന്ന സമയത്തൊക്കെ സ്കോർ ചെയ്യാനും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഇടയിൽ ഇങ്ങനെ ഇതുപോലെ വിളിക്കുമ്പോ ഞാൻ വീണ്ടും ഒരു പോസിറ്റീവായിട്ടൊക്കെ ഇതാക്കും. പിന്നെ ആൾ ഓക്കെ ആയി. അമ്മനോട് പറഞ്ഞു കൊടുക്കുക. അമ്മക്ക് അങ്ങനത്തെ ഈ ഒരു പ്രശ്നമുള്ളത് മകൾക്ക് വരാം. അമ്മക്ക് എന്താണ് ആ ഗ്രാൻഡ് മദറിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് അമ്മ ഇതിലേക്ക് മാറ്റിയെടുക്കുന്നതാണ്. ഒരു പേടിയാണ്, ഒരു അമ്മയ്ക്ക് ആങ്സൈറ്റി അങ്ങനെ ആണ്. ഒരു മോൾക്ക് എൻ്റെ അതാണ് മക്കൾക്കും എൻ്റെ മക്കളും ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അല്ലെങ്കിൽ പേടിയാണ് എന്നുള്ള ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ അത് ഒരു സൈക്കോളജിക്ക് അമ്മയ്ക്ക് കൊടുക്കുക. അതൊന്നുമല്ല പ്രശ്നം. ഇത് സംഭവം ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ ഒരു വാശിയാണ് ഇപ്പൊ കാണിക്കുന്നത് പറഞ്ഞാൽ മതി. അമ്മേനെയാണ് ആൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത്. അപ്പൊ ഞാൻ ഇനി അമ്മ ആ, അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് എന്റെ മുന്നിൽ വെച്ചിട്ട് രണ്ടുപേരോടും സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി അമ്മയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവില്ല. മോളുമായിട്ട് നല്ല ഇതായിരിക്കും. എന്തുണ്ടെങ്കിലും ഉം. മോളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ നിലവിൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതെ, കുഴപ്പമില്ലാണ്ട് പോട്ടെ, നമുക്കും ബുദ്ധിമുട്ടില്ലാതെ. ഓക്കെ. അപ്പോൾ ഷിസോഫ്രീനിയ സ്റ്റാർട്ട് അറ്റ് എനി ഏജ്. അത് ഷിസോഫ്രീനിയ സ്റ്റാർട്ട് എനി ഏജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 12 വയസ്സ് മുതൽ 12-18 അടുക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ആഫ്റ്റർ ഒരു 50 ഇയേഴ്സിന് ശേഷമാണ് ഷിസോഫ്രീനിയ സിംറ്റംസുകൾ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഒന്ന് ഡിമെൻഷ്യ ആയിരിക്കും. ഡിമെൻഷ്യ എന്ന് പറയുന്നത് അയാൾക്ക് മറവിൻ്റെ അസുഖങ്ങളിലൂടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു ജെറിയാട്രിക് സ്റ്റേജ് ആയിരിക്കും. ഏർലി ടെർമിനേഷൻ സ്റ്റേജ് ആണ് ഈ ഒരു 50 ഏജിലൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു മേജർ ഡിപ്രസീവ് ആയിട്ടുള്ള മൂഡ് ഡിസോർഡർ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സാഹചര്യം അവർക്ക് പഴയതുപോലെ ആക്റ്റീവ് ആവുന്നില്ല, കുട്ടികൾ അവരെ ശ്രദ്ധിക്കുന്നില്ല, അതേപോലെ അവർക്കുള്ള പ്രയോറിറ്റി കൊടുക്കുന്നില്ല, അതിലൊക്കെ എന്താണ് മൂഡ് ഡിസോർഡറിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതേപോലെ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, തൈറോയിഡ്, അതേപോലെ ഷുഗറിൻ്റെ പ്രശ്നങ്ങൾ, എപ്പിലെപ്സി, അങ്ങനത്തെ പല പ്രശ്നങ്ങളുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഷിസോഫ്രീനിയക്ക് സാധ്യത ഉണ്ട്. അതായത് ഒരു 50 ഏജ് കഴിഞ്ഞതിന് ശേഷം ചില സാധ്യതകളാണ്. ഇനിയിപ്പോൾ എപ്പിലെപ്സി ഉള്ള ആളുകൾക്ക് ഇനി ഷിസോഫ്രീനിയ എന്ന് പറയണ്ട. അതൊന്നും ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ സബ്സ്റ്റാൻസ് യൂസേജിൻ്റെതൊക്കെ ഈ സമയത്തും ഉണ്ട്. നിരന്തരമായിട്ട് പുകവലിയാണെങ്കിൽ, പഴയ സമയത്ത് ആള് 1-2 ദിവസം വലിച്ചുകൊണ്ടിരുന്ന ആളാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എന്താണ് ദിവസം ഒരു പാക്കറ്റ് സിഗരറ്റ് ഒക്കെ വലിച്ചു അങ്ങോട്ട് ഊതുകയാണ്. അപ്പോൾ നമുക്ക് പറയാം ഒരു ഷിസോഫ്രീനിയൻ്റെ സ്റ്റേജിൽ കൂടെയാണ് അയാൾ കടന്നു പോകുന്നത്. അപ്പോൾ കാര്യമായിട്ടുള്ളത് കൂടുതലായി ശ്രദ്ധിക്കുക, മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് കൊടുക്കുക, ഓവർ കെയർ കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. മൂഡ് ഡിസോർഡർ ഉള്ള ആൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ നല്ലൊരു കെയർ കൊടുക്കുകയും മെഡിക്കേഷൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് കംപ്ലീറ്റ് മാറാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. നമ്മൾ ആ മൂഡ് ഡിസോർഡർ കൊടുക്കുമ്പോൾ ഏത് സിറ്റുവേഷനിൽ നിന്നാണ് നമ്മൾ അവരെ മൂഡ് മാറ്റിയിട്ടുള്ളത്, ആ സിറ്റുവേഷനിലേക്ക് മാക്സിമം പോവാതിരിക്കുക എന്നുള്ളതാണ്. സങ്കടപരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ പല ആക്ടിവിറ്റീസും അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ മാറിക്കൊടുത്തു, വീണ്ടും അതേ സിറ്റുവേഷൻ റീക്രിയേറ്റ് പോവുകയാണ്, അല്ലെങ്കിൽ അതേ ഇൻസിഡൻസ് അവരുടെ ലൈഫിൽ നടക്കുകയാണെങ്കിൽ വീണ്ടും അത് വരാനുള്ള ചാൻസുകളുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴാണ് നമ്മൾ CBT പഠിക്കാറില്ലേ, റിലാപ്സ് പ്രിവെൻഷൻ എന്നുള്ളത്. ഒരു സംഭവം ലൈഫിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവർ റിപ്പീറ്റ് ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഒരു ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലങ്ങൾ അവർ ചെയ്തോട്ടെ, ഈ അസുഖം മാറിയാലും അവരെ ലൈഫ് ലോങ് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ. അതേപോലെ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ ജേണലാണെങ്കിൽ 1 വർഷമോ 2 വർഷം അങ്ങനെ എഴുതിക്കോട്ടെ. അവർക്ക് തോന്നുകയാണ്, അവർക്ക് ഒരു പെന്ന് പേപ്പർ ചെയ്ത് അവർക്ക് ഒരു 5 മിനിറ്റ് അവർ സമയം എടുക്കുകയാണെങ്കിൽ അവർ എഴുതിക്കോട്ടെ. നമ്മൾ എന്താണ് പ്രിവെൻഷൻ കൊടുത്തിട്ടുള്ളത്
അതൊരു റിലാപ്സ് പ്രിവെൻഷൻ ആക്കി തന്നെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് വീണ്ടും ഒരു കൗൺസിലർ അടുത്ത് ഓടരുത്, വീണ്ടും ഞങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം പ്രശ്നം വരുമ്പോൾ. അങ്ങനെയല്ല, ഞങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ കോപ്പിംഗ് അല്ലാതെ പറ്റുന്നതാണെങ്കിൽ വീണ്ടും ഞങ്ങളെ വിളിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഇതുപോലൊരു സ്കീസോഫ്രീനിയ കേസും പിന്നെ അതുപോലെ തന്നെ മൂഡ് ഡിസോർഡർ കേസും അത് കെയർ ചെയ്തിട്ട് അത് നല്ല നോർമൽ കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അത് മൂഡ് ഡിസോർഡർ വരാതെയും അതുപോലെ തന്നെ വിഷമങ്ങൾ വരാതെയും ഒക്കെ നമ്മൾ വളരെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് നമുക്ക് നല്ല മെച്ചമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു അവസ്ഥയിലേക്ക് പറ്റില്ലല്ലോ നമ്മൾ കെയർ ചെയ്താല്. അതെ അതെ, ആ രീതിയിൽ തന്നെ കൊടുത്താൽ മതി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നൂല്ലേ? സാറിന് എന്താ പറയാണ്? സാലു അബ്രാം സാർ, ചോദിക്കാനുണ്ടോ? എങ്ങനെയുണ്ട് ഷിസോഫ്രീനിയ? ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ആകാം. അടുത്ത ഒരു പുതിയൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.